നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം. ഇരുന്നിരുന്ന മഹത് വ്യക്തികൾക്കും ഇപ്പോൾ ഇരിക്കുന്ന മഹത് വ്യക്തികൾക്കും എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. വീരസൈനികരുടെ കുടുംബാംഗങ്ങൾക്ക് മനസ്സുകൊണ്ട് പ്രണാമം. കുട്ടികളെ, നിങ്ങൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ബാക്കി എല്ലാവർക്കും എൻ്റെ മനസ്സുകൊണ്ടുള്ള, നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പനെ കണ്ട് മനസ്സുകൊണ്ട് ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അനൗൺസ് ചെയ്ത ആൾ വളരെ ദീർഘമായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ വായിച്ചു. അതിൻ്റെ അവസാനം പറഞ്ഞു, ഇത്രയും വായിച്ചുകൊണ്ട് ഏതാനും വാക്കുകൾ സംസാരിക്കാൻ ശരത്തെ ഹരിദാസിനെ ക്ഷണിക്കണമെന്നാണ് പറഞ്ഞു. കീനോട്ട് അഡ്രസ്സാണെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഏതാനും വാക്കുകളാവുമെന്ന് എനിക്കറിയില്ല. 60 മിനിറ്റ് സംസാരിക്കേണ്ട ആളാണ് ഞാൻ. തന്നിരിക്കുന്ന വിഷയം വളരെ ഭാരമേറിയൊരു വിഷയമാണ്. വാസ്തവത്തിൽ രാവിലെ ഞാനിവിടെ വന്നത് മുതൽക്ക് ഇപ്പോൾ ഈ ഡെന്നി സാറുടെ പ്രഭാഷണം കഴിയുന്നത് വരെയും നമ്മുടെയൊക്കെ സിരകളിൽ ഓടുന്ന ആ ദേശീയതയുടെ, ദേശഭക്തിയുടെ ഒരു ഊർജമാണ് ഈ അന്തരീക്ഷത്തിൽ തളം കെട്ടി നിൽക്കുന്നത്. ആ ദേശീയതയുടെ അടിത്തറ ഗീതയിലാണെന്ന് പല പ്രഭാഷകന്മാരും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. വിശേഷമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ഗീത എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആർക്കും എങ്ങനെയും അവരവരുടെ ജീവിത വീക്ഷണത്തിനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചും വ്യാഖ്യാനിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് ഗീത എന്ന് ഞാൻ പറയുമ്പോൾ അതിലൊരു ദുരർത്ഥം കാണരുത്. കാരണം ഗീതയുടെ അവസ്ഥ അതാണ്. അത് നേരാം വണ്ണം വ്യാഖ്യാനിച്ചവരുണ്ട്, അപകടകരമായി വ്യാഖ്യാനിച്ചവരുണ്ട്. ഇന്ന് പ്രചരിക്കുന്ന പല ഗീതാ വ്യാഖ്യാനങ്ങളിലും ആ അപകടം വളരെയധികം കടന്നുകൂടിയിട്ടുണ്ട്. ചിന്മാനന്ദ സ്വാമിയൊക്കെ പോലെ ഗീതയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മഹാത്മാവിൻ്റെ നാമത്തിലുള്ളൊരു വേദിയിൽ നിന്നിട്ടിത് പറയുമ്പോൾ ഇത് പറയേണ്ടതിൻ്റെ ആവശ്യകത എന്നെ കൂടുതൽ ശ്രദ്ധാലുവാക്കുക ചെയ്യുന്നു. വാസ്തവത്തിൽ ഗീത, അതിൻ്റെ എസൻസ് എന്താണ് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമോ എന്ന് പണ്ട് ശ്രീരാമകൃഷ്ണദേവനോട് ഒരു ശിഷ്യൻ ചോദിച്ചു. അതിനെന്താ, വളരെ എളുപ്പമാണ്, ഗീതയെ തലതിരിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഗീതയെ തലതിരിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാനിത് ചില പ്രഭാഷണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് കേട്ടിട്ടുള്ളവർ കേട്ടിട്ടുണ്ടാവും. ഗീതയെ തലതിരിച്ചിട്ടാൽ ത്യാഗി എന്ന് വരും. ഗീതയെ റിവേഴ്സിലിട്ടാൽ ത്യാഗി എന്നാണ് കിട്ടുക. അതാണ് ഗീത, ത്യാഗം. ത്യാഗി 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 ഗീത 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 എന്നാവുന്നാണ് പറഞ്ഞു ശ്രീരാമകൃഷ്ണൻ. ഇത്രയും ഭംഗിയായിട്ട് ഇതിൽ കൂടുതൽ ആർക്കാ പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ആ ഗീതയെ, ആ ഗീതാ ഭഗവതിയെ 2-3 ശ്ലോകങ്ങൾ കൊണ്ടൊന്ന് സ്തുതിച്ചിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോവാം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബാ ത്വാമനുസന്ധധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വലിതോ ജ്ഞാനമയപ്രദീപഃ പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. പാർത്ഥസാരഥേ ഗുരുവായൂരപ്പ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. അർജുന, വസുദേവസുതം ദേവം
കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. അങ്ങനെയുള്ള ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രതിഷ്ഠിച്ച് ഉറപ്പിച്ചിട്ട് കേൾക്കേണ്ടതാണ് ശരിക്കും ഗീത. എല്ലാവർക്കും ഇപ്പോൾ കൃഷ്ണനെ മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കാനൊന്നും പറ്റണ അവസ്ഥയൊന്നും ആയിരിക്കില്ല. മണി 12 12 മണിക്ക് ശേഷം പറയാൻ പറ്റിയൊരു ടോപ്പിക്കല്ല ഇത്. ഇത് അതികാലത്തോ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷമോ പറയേണ്ടതാണ്. എന്നാലും ഈ നേരത്തേക്ക് അതായതിൽ ഗുരുനാഥന്മാരുടെ ഒരു നിശ്ചയം ഉണ്ടാവും. കാരണം ഏറ്റവും ശ്രദ്ധയുള്ളവൻ മാത്രമേ പിടിച്ചെടുക്കുള്ളൂ. ഏറ്റവും ശ്രദ്ധയുള്ളവൻ മാത്രം അവനവൻ്റെ ക്ഷുത്പിപാസകളെ, ദാഹത്തിനെയും വിശപ്പിനെയും ഒക്കെ അതിജീവിച്ചിട്ട് ദേ ഒരുത്തം വന്ന് നിൽക്കുന്നു ഗീതയെക്കുറിച്ച് സംസാരിക്കാൻ. ഇവൻ എന്താ പറയാനുള്ളത് എനിക്ക് കേൾക്കണം എന്നുള്ള സൂക്ഷ്മ ബുദ്ധിയുള്ള ഏതോ ഒരാൾക്ക് വേണ്ടി മാത്രമായിരിക്കണം ശരിക്കും 12 മണിക്ക് ശേഷം ഇത് പറയാനുള്ള യോഗം ഗുരുവായൂരപ്പൻ വെച്ചത്. ആചാര്യസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, നാരായണ ഗുരുദേവൻ, അയ്യങ്കാളി എല്ലാവരുടെയും ചിത്രങ്ങൾ വെച്ചിട്ടാണ് സംസ്കാര ഈ വിശേഷപ്പെട്ട കോൺക്ലേവിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്ടേറിയനായിട്ടുള്ള, ജാതീയമായിട്ടുള്ള അല്ലെങ്കിൽ ദേശത്തിൻ്റേതായിട്ടുള്ള വിഭാഗീയതകളുടെയൊക്കെ അപ്പുറം നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവരോരോരുത്തരും ഗീതയ്ക്ക് അവരവരുടേതായിട്ടുള്ള ഭാഷ്യങ്ങൾ രചിച്ചിട്ടുള്ളവരാണ്. ഗാന്ധിജി പോലും എഴുതിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഗീതാവ്യാഖ്യാനം എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വിശേഷപ്പെട്ടൊരു വ്യാഖ്യാനമാണ്. അദ്ദേഹത്തെ പോലെ തന്നെ വളരെ ലളിതമായൊരു വ്യാഖ്യാനം, വലിച്ചു നീട്ടലുകളൊന്നുമില്ല. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ വഴിയെ പറയുകയും ചെയ്യാം. വാസ്തവത്തിൽ ആ ഗീതാവ്യാഖ്യാനത്തിൽ ഏറ്റവും മികച്ച ഭാഗം അതാണ്. ഗീതയുടെ 18 അധ്യായങ്ങൾ, ഈ 18 അധ്യായങ്ങളും കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ പത്രക്കുറിപ്പ് വന്നപ്പോൾ, അത് ഞാൻ ഈ അടുത്ത കാലത്തൊരു തമാശയായിട്ട് ഞാൻ മറ്റൊരു സ്ഥലത്തും പറഞ്ഞിരുന്നു. ആ പത്രക്കുറിപ്പ് പ്രസിദ്ധീകരണത്തിന് പോകുന്നതിന് മുമ്പ് എനിക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് ആ തമാശ കണ്ടതാണ്. ഗീതയുടെ അവസാനത്തിൽ ഭഗവാൻ വിശ്വരൂപം കാണിച്ചപ്പോൾ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഭഗവത്ഗീതയുടെ അവസാനത്തിൽ ഭഗവാൻ വിശ്വരൂപം കാണിച്ചപ്പോൾ, ഭഗവത്ഗീത ശരിക്കും വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ ചിരിച്ചേനെ. ഭഗവത്ഗീതയുടെ അവസാനത്തിലല്ല ഭഗവാൻ വിശ്വരൂപം കാണിക്കുന്നത്, ഭഗവത്ഗീതയുടെ നടുക്കാണ് വിശ്വരൂപം കാണിക്കുന്നത്. എന്തുകൊണ്ട് തൻ്റെ, സാധാരണ നമ്മളൊരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിൽ പറയും ഇത് ക്ലൈമാക്സിൽ വെക്കേണ്ട സീനാട്ടോ എന്ന്. ഇതിപ്പോൾ വേസ്റ്റാക്കി കളയരുത്. പടത്തിൻ്റെ ഇൻ്റർവെൽ ബ്ലോക്കിലല്ല വിശ്വരൂപം കാണിക്കേണ്ടത്, പടം അവസാനിക്കുമ്പോഴാണ് വിശ്വരൂപം കാണിക്കേണ്ടതെന്നാണ് നമ്മൾ നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് പറയുക. പക്ഷേ ഭഗവാൻ ഇൻ്റർവെൽ ബ്ലോക്കിലാണ് വെച്ചത്. കാരണം ഇൻ്റർവെല്ലിൽ കണ്ടിട്ട് അതാണ് പടത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് കണ്ടിട്ട് എണീറ്റ് പോകേണ്ടവൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടും ഇരിക്കുന്നവരുണ്ടാവും. ആ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ബാക്കി 18ാമത്തെ അധ്യായം വരെ കൊണ്ടേയിരിക്കുന്നത്. ഗീതയെ മനസ്സിലാക്കാൻ മുടി നരയ്ക്കണം എന്നൊന്നുമില്ല. എത്ര ചെറിയ പ്രായത്തിലും ഗീത മനസ്സിലാക്കാം. പ്രഹ്ലാദൻ പറഞ്ഞ പോലെ എത്ര നേരത്തെ നിങ്ങൾ ഈ മാർഗത്തിലേക്ക് വരണോ അത്ര എളുപ്പം. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്. നാളൊരു കാലത്ത് ദാ ഭഗവാനെ എൻ്റെ ശരീരം എന്താ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടൊന്ന് നമസ്കരിക്കാൻ പോലും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ശരീരം മുട്ട് വളയണ കാലത്ത്, തൊണ്ടയ്ക്ക് നല്ല തെളിച്ചുള്ള കാലത്ത്, കൂടുതൽ നേരം ചമ്രം പടിഞ്ഞ് നിലത്തിരിക്കാൻ സാധിക്കുന്ന കാലത്ത് തുടങ്ങണം. പക്ഷേ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിക്കാനുണ്ട്. ആദ്യം LKG പഠിച്ചതിന് ശേഷം മാത്രം PhD പോവുക. ഗീത PhD ആണ്. ഗീത പഠിക്കുന്നതോ പ്രചരിപ്പിക്കുന്നതോ ഒന്നും തെറ്റായിട്ടുള്ള കാര്യമല്ല. ഗീത പക്ഷെ PhD ആണ്. അതിനെ ഏത് കണ്ണുകൂടിയും എങ്ങനെ വേണമെങ്കിലും കാണാമെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. എങ്ങനെ വേണമെങ്കിലും. ഗീതയ്ക്ക് അനവധി വ്യാഖ്യാനങ്ങളുണ്ട്. നിരീശ്വരവാദപരമായിട്ടുള്ള ചാർവാക സിദ്ധാന്തം അനുസരിച്ചിട്ടുള്ളൊരു വ്യാഖ്യാനം പോലുള്ള ഒരു മഹാഗ്രന്ഥമാണ് ഗീത. ക്രിയായോഗത്തിൻ്റെ പദ്ധതിയിലുണ്ട്. സംഗീതത്തിൻ്റെ കണ്ണുകൂടെ കാണുന്നുണ്ട്. ആയുർവേദത്തിൻ്റെ കണ്ണുകൂടെ ഗീതയെ വ്യാഖ്യാനിച്ച് ഗീതയുടെ 18 അധ്യായത്തിലും പറഞ്ഞിട്ടുള്ള ആയുർവേദ ഔഷധങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വ്യാഖ്യാനം ഞാൻ കഴിഞ്ഞ കുറേ കാലം മുമ്പ് ഹൈദരാബാദിൽ ഒരു സ്ഥലത്തുനിന്ന് എനിക്ക് കിട്ടിയിരുന്നു. പ്രിൻ്റഡ് ബുക്ക് തന്നെയാണ്, 20th സെഞ്ച്വറിയുടെ തുടക്കത്തിൽ അച്ചടിച്ചിട്ടുള്ളത്. ഇനി സൺസുവിൻ്റെ ആർട്ട് ഓഫ് വാറിനെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ ഗീതയെന്നുള്ള യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് മാത്രം പറയുന്ന മറ്റൊരു വ്യാഖ്യാനം ഒരു രാജാവ് എഴുതിയതാ, ഒരു നാട്ടുരാജ്യത്തിൻ്റെ.
അതുകൊണ്ട് ഗീത എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. കാരണം ഭഗവാൻ പരമപുരുഷനാണ്. പരമപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫ്രെയിമിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരാളല്ല അത്. എല്ലാവർക്കും എല്ലാമാണ്, ഓരോരുത്തർക്കും ഓരോന്നാണത്. അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞതും അങ്ങനെ ആവാനേ വഴിയുള്ളൂ. അതുകൊണ്ട് ഗീതയിൽ കൂടെ അമൃതജീവനം എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു ചെറിയ കല്ലുകടിയുണ്ട്. ഗീത എന്ന് പറഞ്ഞാൽ തന്നെ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് എത്താൻ മനുഷ്യൻ എന്ത് ചെയ്യണോ അതാണ് പറയണത്. നമ്മൾ അമൃതജീവനം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തർത്ഥത്തിലാണെന്നുള്ളതിനനുസരിച്ചിരിക്കും ഗീതയിലൂടെ അമൃതജീവനം എന്ന് നമ്മൾ പറയുന്നത്. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. രാജ്യത്തെ സേവിക്കുന്ന ഇന്നിപ്പോൾ എനിക്കിത് അവിടെ നിന്ന് ഇങ്ങനെ പറയാനും നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് സമാധാനമായി കേൾക്കാനും സാധിക്കുന്നത് ഈ ധീര ജവാന്മാർ അതിർത്തികളിൽ നമുക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് കാവൽ നിൽക്കുകയും വേദന സഹിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഈ രാജ്യം കെട്ടിപ്പടുത്തത് അവരുടെ ചോരയും നീരിലുമാണ്. അതുകൊണ്ടാണല്ലോ ലാൽ ബഹദൂർ ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറഞ്ഞത്. ഈ രണ്ടാൾക്കാരില്ലെങ്കിൽ ഈ രാഷ്ട്രമില്ല. വേദാന്തം അരച്ചു കലക്കി കുടിച്ചിട്ടുള്ള മഹാസന്യാസിമാർ അത്യപൂർവമായിട്ട് യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുകയോ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കെടുക്കുകയോ ചെയ്യാറുള്ളൂ. ആചാര്യസ്വാമികളുടെ ശങ്കര ദിഗ്വിജയം എന്ന് പറയുന്ന അതിപ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം, ആദിശങ്കരൻ്റെ ജീവിത യാത്ര മുഴുവൻ എഴുതിയിട്ടുള്ളൊരു ഗ്രന്ഥമാണത്. അതുപോലെ പഞ്ചദശി വേദാന്തത്തിലെ വിശേഷപ്പെട്ടൊരു ഗ്രന്ഥം. ഇത് എഴുതിയിട്ടുള്ളൊരു മഹാത്മാവുണ്ടായിരുന്നു കർണാടകത്തിൽ. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും, വിദ്യാരണ്യസ്വാമികളെന്ന് പറയും. ഈ വിദ്യാരണ്യസ്വാമികൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ധർമ്മത്തിന് വരുന്ന ച്യുതിയും മറ്റൊരു ധർമ്മത്തിൽപ്പെട്ടിട്ടുള്ള ദുർഭരണവും കണ്ട് സഹിക്കാൻ പറ്റാണ്ടായിട്ടാണ് ഒരുപക്ഷെ കന്നുകാലി മേയിച്ച് നടക്കുന്ന എന്നാൽ നല്ല കായിക ശേഷിയുള്ള ഒരു ചേട്ടനെയും അനിയനെയും ഒരു കുന്നിൻ പുറത്ത് വെച്ച് കണ്ടുപിടിക്കണം. ഹരിഹരരായനെയും ബുക്കരായനെയും, ഹക്കനും ബുക്കനും എന്ന് പറയും. കുട്ടികളെ, നിങ്ങൾക്ക് രാഷ്ട്രനിർമ്മിതിയിൽ താല്പര്യമുണ്ടോ? ആലോചിച്ച് നോക്കണം. ഒരു ശങ്കരാചാര്യരാണ്, ശൃംഗേരി പീഠത്തിലിരുന്ന ആളാണ്. അദ്ദേഹം ഈ രണ്ട് കുട്ടികളെയും ട്രെയിൻ ചെയ്ത് സ്ഥാപിപ്പിച്ചതാണ് ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നും ഒരു കാലത്ത് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഉണ്ടായിരുന്ന സാമ്രാജ്യം വിജയനഗരം എന്ന് പറയും. അത് സ്ഥാപിച്ചത് ഈ ഹക്കനും ബുക്കനുമാണ്. അതുകൊണ്ടൊരു വേദാന്തി വിചാരിച്ചു കഴിഞ്ഞാലും രാഷ്ട്രനിർമ്മാണം സാധിക്കും, മികച്ച പട്ടാളക്കാരെ വാർത്തെടുക്കാനും സാധിക്കും. ഗീത വാസ്തവത്തിൽ രണ്ട് യോദ്ധാക്കൾ തമ്മിലുള്ള സംഭാഷണമാണ്. യുദ്ധം ചെയ്യുന്നതിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ളൊരു യോദ്ധാവ് അർജുനൻ. വിജയൻ എന്ന പേര് ഭഗവാന്റെ. അർജുനനെ ഞാൻ ഭഗവാൻ എന്നാണ് പറയാറ്. കാരണം എന്താ വെച്ചാൽ നരനാരായണന്മാർ തമ്മിൽ വ്യത്യാസമില്ല. നാരായണൻ ജലവും നരൻ ജലമൊഴിച്ചു വെക്കേണ്ട പാത്രമാണെന്നാണ് എൻ്റെ സങ്കല്പം. നമ്മളൊക്കെ നരന്മാരാണ്. നമ്മുടെ അകത്ത് ഭഗവാനെ ഒഴിച്ചു വെച്ചാൽ നമ്മളും നാരായണനായി. നമുക്ക് മുകളിലൊരു ശക്തി എന്നൊരു വസ്തു ഈ പ്രപഞ്ചത്തിലില്ല. എല്ലാം നമ്മുടെ അകത്ത് തന്നെയുള്ളൂ. ബുദ്ധൻ പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് കുളിച്ചാൽ മതി, നന്നായി ഒന്ന് കഴുകിയാൽ തെളിയുന്നതാണ് നമ്മുടെ അകത്തുള്ളത്. പക്ഷെ കഴുകാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ളതാണ് പ്രശ്നം. ആ കഴുകൽ ആ പ്രായത്തിൽ തുടങ്ങണം, ചെറുപ്പത്തിൽ തുടങ്ങണം. ചെറുപ്പത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളിലും മാർഗനിർദ്ദേശങ്ങൾ കിട്ടായ്മയും കൺഫ്യൂഷൻസും ഉള്ള കാലമാണ്. ഇന്നിപ്പോൾ എൻ്റെയൊക്കെ ഏജിൽ എനിക്ക് എത്തി നിൽക്കുമ്പോൾ ഞാൻ എത്ര സമയം വേസ്റ്റ് ചെയ്തു വന്നതെന്ന് ആലോചിച്ച് ഇന്ന് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. അവരുടെ പ്രായത്തിൽ എനിക്ക് ചെയ്യാമായിരുന്ന എത്രയോ കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് ആലോചിച്ച് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. ഈ പരിചയക്കുറവ് 82 വയസ്സുള്ള, ആലോചിക്കണം, യുദ്ധം നടക്കുമ്പോൾ 82ഓളം വയസ്സുണ്ട് അർജുനന്. ഭഗവാനും അർജുനനും ഒരു ദിവസത്തെ വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. രണ്ടുപേർക്കും ഒരേ പ്രായമാണ്. ആ പ്രായത്തിലാണ് അവർ ധർമ്മത്തിന് വേണ്ടിയിട്ട് തങ്ങൾക്ക് അർഹതപ്പെട്ടതിന് വേണ്ടിയിട്ടും യുദ്ധത്തിനിറങ്ങിയിട്ടുള്ളത്. ഒരുപക്ഷെ അർജുനൻ്റെ ആ പ്രായം കൊണ്ടായിരിക്കാം. അർജുനൻ ഒരു 20 വയസ്സിലാണ് യുദ്ധം ചെയ്തിരുന്നെങ്കിൽ അർജുനൻ ഒരിക്കലും എൻ്റെ കൈകാലുകൾ തളരണു, എനിക്ക് ആയുധമെടുക്കാൻ പറ്റില്ല, ഈ ബന്ധുക്കളുടെ നേർക്ക് എനിക്ക് അസ്ത്രങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ചിലപ്പോൾ പറയുമായിരുന്നില്ല. കാരണം പ്രായം അദ്ദേഹത്തിന് അനുഭവങ്ങൾ നൽകി, പക്വത നൽകി. അതുകൊണ്ട് അദ്ദേഹത്തിന് അനവധി കാര്യങ്ങളിൽ ഭയം വന്നിട്ടുണ്ടാവണം. അതിനെ നമ്മൾ കാർപ്പണ്യദോഷം എന്ന് പറയും. കൃപണത നമ്മളിലൊക്കെ ഉള്ളതാണ്. ടു ബി ഓർ നോട്ട് ടു ബി, ടു ഡു ഓർ നോട്ട് ടു ഡു, മുന്നോട്ടെന്ത്, ഇതിൻ്റെ പ്രത്യാഘാതം എന്ത്, ഇങ്ങനെ അനവധി ചിന്തകളാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. ആ കാർപ്പണ്യദോഷത്തിനെ കളിയാക്കിക്കൊണ്ടാണ് ആ എതിർവശത്ത് നിൽക്കുന്ന യോദ്ധാവ്
അർജുനൻ്റെ അടുത്ത് തനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഒരു സുഹൃത്തിനോടെന്നവണ്ണം ഷെയർ ചെയ്യണം. അപ്പോൾ രണ്ട് പട്ടാളക്കാർ തമ്മിലുള്ള സംഭാഷണമാണ് ശരിക്കും ഗീത. ഒരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒരു പട്ടാളക്കാരൻ യുദ്ധം ചെയ്യാൻ ഇപ്പം അസ്ത്രശസ്ത്രങ്ങളുമായിട്ട് നിൽക്കുകയാണ്. ഡിന്നി സാറ് പറഞ്ഞതുപോലെ ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്, ശാസ്ത്രവും കയ്യിലുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് അദ്ദേഹം പറഞ്ഞു, അതും ശാസ്ത്രമാണെന്ന്. അത് നഷ്ടപ്പെട്ടവനായിരുന്നു അർജുനൻ. അങ്ങനെ ശസ്ത്രം നഷ്ടപ്പെട്ട് നിൽക്കുന്ന അർജുനൻ സംസാരിക്കുന്നത് ആരോടാണ്? അക്കാലത്ത് ഭാരതം കണ്ട ഏറ്റവും വലിയ പോരാളികളിൽ ഒരാളാണ്. ഒരാളും എതിരിടാൻ ധൈര്യപ്പെടാത്ത ഒരു മഹാപരാക്രമിയായിരുന്നു ശ്രീകൃഷ്ണൻ. മല്ലയുദ്ധത്തിലാവട്ടെ, ധനുർവിദ്യയിലാവട്ടെ, ഗദായുദ്ധത്തിലാവട്ടെ. ചക്രം പിന്നെ വളരെ എളുപ്പമാണ്, അദ്ദേഹത്തിന് എതിരാളിക്ക് ഒന്നും ചെയ്യാനില്ല. അവിടെ ചക്രം പറയുന്നില്ല ഞാൻ. മറ്റ് എതിരെ പ്രയോഗിക്കുന്ന ആയുധങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള ആയുധപ്രയോഗം, അതിൽ അദ്വിതീയനായിരുന്നു ഭഗവാൻ. ആ ഭഗവാൻ ശിശുപാലനെ വധിച്ചതിന് ശേഷം ഇനി ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ ആയുധം വെച്ച് പ്രതിജ്ഞ എടുത്താണ്. ശിശുപാലനെ വധിക്കുന്നതാണ് ശരിക്ക് മഹാഭാരതം വൃത്തിയായി പഠിച്ചാൽ. പിൽക്കാലത്ത് വന്നിട്ടുള്ള ടെക്സ്റ്റുകളിലൊക്കെ പല കഥകളുമുണ്ട്, അതൊന്നും വിഷയമാക്കണ്ട. മഹാഭാരതത്തിൽ കാണുന്നത് വരെയാണ് ശരിക്കുള്ള യഥാർത്ഥ കൃഷ്ണൻ. മനുഷ്യനായ നമ്മളെപ്പോലെ ചോരയും നീരുള്ള ഭഗവാൻ. മനുഷ്യൻ ഈശ്വരനാവണത് എങ്ങനെയെന്ന് കാണിച്ചു തന്ന ഗുരുവായൂരപ്പൻ. അത് മഹാഭാരതത്തിലാണ്. ആ ഭഗവാൻ ശിശുപാലനെ വധിക്കുന്നതോട് കൂടിയിട്ടാണ് തൻ്റെ ജനതയ്ക്ക് എത്രയോ ആയിരം കൊല്ലങ്ങളായിട്ടില്ലാണ്ടിരുന്ന ഒരു സ്റ്റാറ്റസ്, രണ്ടാംകട ക്ഷത്രിയരായിരുന്നു അവർ, രണ്ടാംകട ക്ഷത്രിയർ. ആ രണ്ടാംകട ക്ഷത്രിയത്വത്തിനെ തകർത്തെറിഞ്ഞിട്ട് ഞങ്ങളിവിടെ പൂജനീയരാണ്, ഞങ്ങൾക്കും രാജ്യഭാരമാവാം എന്ന് അടിച്ചുറപ്പിച്ച് കാണിക്കുന്നത് ശിശുപാലപദത്തിൽ കൂടെയാണ്. അനിഷേധ്യമായിട്ടുള്ളൊരു സ്ഥാനം കൃഷ്ണൻ അതോട് കൂടിയിട്ട് ഭാരതവർഷത്തിൽ വരികയാണ് ആസ് എ പൊളിറ്റിക്കൽ ലീഡർ. കൃഷ്ണൻ്റെ യഥാർത്ഥ കോറണേഷൻ നടക്കുന്നത് രാജസൂയത്തിലാണ്. അത് കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് ആയുധത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആയുധം അവിടെ വെച്ചതാണ്. അപ്പോൾ ആയുധം ഉപയോഗിക്കാൻ ഉദ്യുക്തനായിട്ട് നിൽക്കുന്ന ഒരു പടയാളിയും യുദ്ധങ്ങൾ ധാരാളം ചെയ്ത് തൃപ്തി അടഞ്ഞ ആയുധം അവിടെ മതി എന്ന് പറഞ്ഞ് വെച്ച ഒരു യോദ്ധാവും, മനസ്സിൻ്റെ അകത്ത് നടക്കുന്ന യുദ്ധത്തിൽ ഇനിയും ജയിക്കാത്തൊരു പടയാളിയും മനസ്സിൻ്റെ അകത്തെ യുദ്ധത്തിനെ എന്നോ ജയിച്ചൊരു പടയാളിയും തമ്മിലുള്ള സംഭാഷണമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അത് നോക്കൂ, ഇന്ന് റിപ്പബ്ലിക് ഡേ ദിവസമാണ് ഇത് പറയാനുള്ള യോഗം ഉണ്ടായത്. ഞാൻ മുമ്പ് കൃഷ്ണൻ എന്തുകൊണ്ട് അവതരിച്ചു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ അഷ്ടമിരോണിക്ക് ഒരു പ്രഭാഷണം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ തിരഞ്ഞാൽ കാണും. അത് തിരുവനന്തപുരത്തുണ്ടായ ഒരു പ്രഭാഷണമാണ്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിശദാംശങ്ങൾ അറിയേണ്ടവർക്ക് അത് കേൾക്കാം. ഭാരതത്തിൽ നമ്മൾ കരുതുന്നത് പോലെ എല്ലായിടത്തും രാജ്യഭാരമൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ദെർ വർ നോട്ട് ജസ്റ്റ് മൊണാർക്കീസ്, ദെർ വർ റിപ്പബ്ലിക്സ്. ഗണതന്ത്ര രാഷ്ട്രങ്ങൾ അനവധി ഉണ്ടായിരുന്നു മഹാഭാരത കാലത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട ഗണതന്ത്ര രാജ്യം ഏതായിരുന്നു? മധുര. ഉഗ്രസേനൻ ഒരു കസ്റ്റോഡിയൻ പ്രസിഡന്റ് മാത്രമായിരുന്നു. ആ ഉഗ്രസേനായിട്ടുള്ള പ്രസിഡന്റിനെ സ്വന്തം മകൻ ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അച്ഛൻ കുറച്ചു നേരം മാറ്റിയിരിക്കൂ, ഞാൻ രാജ്യഭരണം നടത്തിക്കോളാം എന്ന് പറഞ്ഞു. ആൻഡ് ഹീ കംസ് ടു ദ പൊസിഷൻ. ആ ചെയറിലിരിക്കുന്നു. കംസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ മതിമറക്കുന്ന നമ്മുടെ സമകാലീന ഭരണാധികാരികളെ പോലെ തന്നെ കംസൻ ഞാനാണ് ഇനിവിടെ അവസാന വാക്ക് എന്ന് പറയാൻ തുടങ്ങുന്ന നിമിഷത്തിലാണ് നാരായണൻ കൃഷ്ണനായിട്ട് ജനിക്കുന്നത്. കൃഷ്ണൻ്റെ ജന്മോദ്ദേശം തന്നെ മൊണാർക്കിയാക്കി മാറ്റി ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റത്തിനെ തകർത്ത് റിപ്പബ്ലിക്കൻ സിസ്റ്റം പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വരവായിരുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ശ്രീരാമസ്വാമി ധർമ്മത്തിൻ്റേതായിട്ടുള്ളൊരു മഹാ ഉദ്യാനം, ആ ഉദ്യാനത്തിൽ അനവധി ചെടികൾ, ധർമ്മത്തിൻ്റെ ചെടികൾ പൂത്തുലഞ്ഞ് നിൽക്കണതിൻ്റെ അവിടെ കളകൾ വന്ന സമയത്ത് അത് വന്ന കളകളൊക്കെ ഒരു നല്ല തോട്ടക്കാരനെ പോലെ രാവണൻ എന്ന് പറഞ്ഞൊരു കള, ഖരദൂഷണൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു കള, ഇങ്ങനെയൊക്കെ വെട്ടി അതിനെയൊക്കെ നോക്കി നിന്ന് അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് ശരീരം വെടിഞ്ഞു പോയത്. മേൽപ്പത്തൂർ പോലും കളിയാക്കുന്നുണ്ട് ഗുരുവായൂരപ്പനെ. ധർമ്മം ആയാലും ആശാഭാഷ അമിതമായാലും എന്താ മനുഷ്യന് സംഭവിക്കാമെന്ന് കാണിച്ചു കൊടുക്കാനല്ലേ ഗുരുവായൂരപ്പ നീ രാമനായിട്ട് ജനിച്ചത് ചോദിക്കുന്നുണ്ട്. കളിയാക്കുക. സത്യമാണ്, എക്സസ് ആയിരുന്നു ശ്രീരാമസ്വാമിയിലത്. എന്നാൽ ഗുരുവായൂരപ്പൻ ജനിക്കണ കാലമായപ്പോഴേക്കും അതൊന്നുമല്ല അവസ്ഥ. ആ ധർമ്മത്തിൻ്റെ ഉദ്യാനം കാടും പടലവും പിടിച്ച് നശിച്ച് കിടക്കുന്നൊരു കാലഘട്ടം ദപ്പുള്ള പോലെ. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഒരു JCB കൊണ്ടുവന്നു, മൊത്തം ആ ഉദ്യാനത്തിനെ അങ്ങോട്ട് കുത്തി ഇളക്കി അപ്പുറത്തേക്ക് എറിഞ്ഞു. പുതിയ മണ്ണ് വിരിച്ചു.
അവിടെ ചെടികൾ നട്ടു, അവിടെ ഒരു മനോഹരമായിട്ടുള്ള ഉദ്യാനം പടുത്തുയർത്തി. ബുദ്ധൻ്റെ അവതാരകാലം വരെ ഓൾമോസ്റ്റ് 5000-ഓളം വർഷം ഒരു കേടുപാടും ഇല്ലാണ്ട് അതവിടെ നിന്നു. ചരിത്രം പഠിക്കണം. ഭക്തി കണ്ണു അടച്ചിട്ട് വിഴുങ്ങേണ്ട ഒരു ഔഷധമല്ല. ഇൻ ഇറ്റ്സ് ലോവർ സ്ട്രാറ്റസ് ഭക്തി എമൗണ്ട്സ് ടു ഫാനാറ്റിസിസം എന്ന് പറഞ്ഞിട്ടുണ്ട് വിവേകാനന്ദ സ്വാമി. അപ്പോൾ ആ ഭക്തിക്കൊരു അടിത്തറ വേണം. ആ അടിത്തറയാണ് ജ്ഞാനം. അതുകൊണ്ടാണ് അദ്വൈതം മാത്രം കുടിച്ചാലും ശരിയാവില്ല, ഭക്തി മാത്രം കുടിച്ചാലും ശരിയാവില്ല. സമഞ്ജസമായിരിക്കണം. ഈ ഒരു പദ്ധതിയാണ് ഭഗവാൻ ഗീതയെ കൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ ഗണതന്ത്രതാ ദിവസത്തിൽ ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഗണതന്ത്ര രാജ്യ വിദഗ്ധൻ്റെ ഉപദേശങ്ങളെ ഓർമ്മിക്കാനുള്ളൊരു അവസരം കൂടെ കിട്ടിയത് ദ്വാരകയും റിപ്പബ്ലിക്കായിരുന്നു. പ്യുവർ റിപ്പബ്ലിക്കാണ്. നിങ്ങൾക്ക് എവിടെയും കൃഷ്ണൻ രാജാവായിരുന്നു എന്ന് കാണാൻ പറ്റില്ല. ഈ വാസ് എ കസ്റ്റോഡിയൻ. 11-14 പേരടങ്ങണ ഭരണസമിതിയാണ്, പാർലമെൻറ്റാണ്. അവിടെ ചർച്ചയ്ക്കിടും. പ്രോപ്പർ റിപ്പബ്ലിക്കൻ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഉഗ്രസേനൻ അവിടെ ഒരു കസ്റ്റോഡിയൻ പ്രസിഡൻറ്റ് മാത്രമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഇംഗ്ലണ്ട് വർക്ക് ചെയ്യുന്നത് മാഗ്ന കാർട്ട അനുസരിച്ചിട്ട്, അതുപോലെയുള്ളൊരു സിസ്റ്റമായിരുന്നു അവിടെ. അങ്ങനെ ആ തലത്തിൽ നിൽക്കുന്ന, യുദ്ധം അവസാനിപ്പിച്ച ഒരു ജനായത്ത ഭരണവ്യവസ്ഥിതിയുള്ളൊരു രാജ്യം നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ഭരണാധികാരി ജീവിത യുദ്ധത്തിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന അർജുനനാകണം നമ്മളോട് പറഞ്ഞു തന്ന മഹാവാക്യങ്ങളാണ്. ഒരുപക്ഷെ ഭഗവാൻ ഇന്നാണ് ഗീത ഉപദേശിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ 18 അധ്യായത്തിൽ പറഞ്ഞ ഒന്നും പറഞ്ഞു തരില്ല. അദ്ദേഹം കംപ്ലീറ്റ്ലി വേറൊരു സെറ്റ് ഓഫ് അഡ്വൈസസ് ആയിരിക്കും കൊടുക്കുക. അശ്വമേധം കഴിഞ്ഞിട്ട് ഭഗവാന്റെ അവസാനത്തൊരു വരവുണ്ട് ഹസ്തിനപുരത്തേക്ക്, പാണ്ഡവന്മാരെ കാണാൻ. ഭാര്യയുടെയും മക്കളുടെയൊക്കെ കൂടെ വന്നതാ. അതാണ് അവസാനത്തെ വരവ്. പിന്നെ അദ്ദേഹം വന്നിട്ടില്ല അവരെ കാണാൻ. അന്ന് വന്നപ്പോൾ ഒരു 6-7 മാസം ഭഗവാൻ കൂടെ താമസിച്ചു. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം മദ്യപാന സദസ്സ് നടക്കുകയാണ്. ഭഗവാനും യുധിഷ്ഠിരനും ഒഴിച്ച് എല്ലാവരും മദ്യപിക്കും. അർജുനനും മദ്യപിച്ച് ലക്ക് കെട്ടിരിക്കാം. അർജുനൻ അങ്ങനെ മദ്യപിച്ച് ലക്ക് കെട്ടിരിക്കുന്ന സമയത്ത് ചെയ്തൊരു അബദ്ധമാണ് സന്താനഗോപാലത്തിൽ കലാശിക്കുന്നത്. അർജുനൻ ഒരു പാർട്ടി നടക്കുകയാണ്. അങ്ങനെ ഒരു പാർട്ടി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് കൃഷ്ണനോട് പറയണം, നമ്മളൊക്കെ ചെയ്യുന്നൊരു വൃത്തികേടാണത്. കൃഷ്ണ, പണ്ട് ആ യുദ്ധക്കളത്തിൽ വെച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നില്ലേ, അതൊക്കെ എൻ്റെ ഈ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു. നമ്മൾക്കൊക്കെയുള്ളൊരു പ്രശ്നമാണത്. ഒരു 4 ഗ്ലാസ്സുമായിട്ട് ആൾക്കാർ ഇരിക്കുന്ന കണ്ടറിയാം. അവിടെ സൂര്യൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ തൊട്ട് സകല ചർച്ചകളും തൊട്ടിട്ട് ബാക്ടീരിയ, വൈറസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പറയാവുന്ന ഒരു വസ്തുവായിട്ട് അർജുനൻ അതിനെയും കണ്ടിട്ടുള്ളൂ. ഭഗവാൻ അതിനെ ബ്രഷ് സൈഡ് ചെയ്തിട്ട് ഇറങ്ങി പുറത്തേക്ക് മുറ്റത്തേക്ക് പോയത്ര. അവിടെ പേരമക്കളൊക്കെ കളിക്കുന്നുണ്ട്. അന്ന് ഭഗവാന് 100 വയസ്സുണ്ട്. അദ്ദേഹം അവിടെ പോയി കുട്ടികളുടെ കൂടെ കളിക്കാൻ തുടങ്ങിയപ്പോൾ അർജുനൻ മഹാത്മാവാണ്, സാധാരണക്കാരനല്ല. ഒരു നിമിഷം കൊണ്ട് താൻ ചെയ്ത അബദ്ധം മനസ്സിലായി. എഴുന്നേറ്റ് പുറകെ പോയി. പുറകെ ചെന്ന് ചോദിച്ചു, ഞാൻ എന്തെങ്കിലും അബദ്ധം പറഞ്ഞോ? സത്യമായിട്ടും അങ്ങ് എനിക്ക് പറഞ്ഞു തന്ന ഒന്നും ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അർജുനൻ്റെ അവസ്ഥയെ അതാണ്. അപ്പോൾ പിന്നെ നമ്മുടെ അവസ്ഥ പറയാനുണ്ടോ? അപ്പോൾ ഭഗവാന്റെ ഉത്തരവാണ് അതിലും രസം. ഭഗവാൻ പറയുക, അർജുന, അന്ന് ഞാൻ പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല. അന്നത്തെ നീയും അന്നത്തെ ഞാനും ഇന്നില്ല. അന്നത്തെ സാഹചര്യം വേറെ, ഇന്നത്തെ സാഹചര്യം വേറെ. അന്ന് ഏതോ ഒരു സ്രോതസ് നിന്നിലേക്ക് ഒഴുകി വന്നു, അത് അനന്തതയിലേക്ക് പോയി കഴിഞ്ഞു. എനിക്ക് പറയാനറിയില്ല എന്ന് പറഞ്ഞു. സഞ്ജയൻ ഇത് കേട്ടിട്ടുണ്ടെന്നും വ്യാസമഹർഷി ഇത് എഴുതി വെച്ചിട്ടുണ്ടെന്നും ഭഗവാൻ അവിടെ പറയുന്നില്ല. വാസ്തവത്തിൽ ആലോചിച്ച് നോക്കൂ, അങ്ങനെ 2 ആൾക്കാരില്ലായിരുന്നെങ്കിൽ നമ്മളിത് കേൾക്കുമായിരുന്നോ? ഈ സൈന്യങ്ങൾ, ഇരുവശത്ത് നിന്ന സൈന്യങ്ങൾ പോലും കേൾക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ ഭഗവത്ഗീതയിൽ നിന്ന് ചർച്ച ചെയ്യണത്. യുധിഷ്ഠിരൻ കേട്ടിട്ടില്ല, ദുര്യോധനൻ കേട്ടിട്ടില്ല, ഭീഷ്മർ കേട്ടിട്ടില്ല, ദ്രോണർ കേട്ടിട്ടില്ല, ദൃഷ്ടദ്യുമ്നൻ കേട്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല. ഇവർ രണ്ടുപേരും എന്താ പറയണമെന്ന് ആലോചിച്ചാൽ തമാശയാണ്. യുദ്ധം തുടങ്ങണതിന് മുഹൂർത്തം കുറിച്ചിരിക്കുമ്പോൾ ഏകദേശം 1.5-2 മണിക്കൂർ തേരിനെ കൊണ്ടുപോയിട്ട് യുദ്ധകളത്തിൻ്റെ നടുക്ക് നിർത്തിയിട്ട് ഇവർ മാത്രം നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പം ഇതിൻ്റെയൊക്കെ പുറകിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. വ്യാസൻ അതിനെ ഒരു സെറ്റിംഗ് ആയിട്ട് അവതരിപ്പിച്ചതായിരിക്കണം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് അനവധി തലങ്ങളിലാണ്. അത് ഇന്ന പോലെ എന്ന് പറഞ്ഞ് ഗീത പഠിപ്പിക്കാൻ പറ്റില്ല. ഭഗവത്ഗീത യഥാർത്ഥ രൂപത്തിലെ എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അങ്ങനെയൊന്നുമില്ല. ഭഗവത്ഗീതയ്ക്ക് യഥാർത്ഥ രൂപം ഒന്നേ ഉള്ളൂ, അത് ഭഗവാനാണ്. അതിനെ നമുക്ക് പിടികിട്ടൂല. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുവരാം. ഒരു ചെറിയ, ഞാനിപ്പോൾ തുടങ്ങിയിട്ട് 24 മിനിറ്റായിട്ടുള്ളൂ, ഇനിയും കുറച്ച് സമയമുണ്ട് എനിക്ക്.
ഒരു കഥയുണ്ട്. ചൈതന്യ മഹാപ്രഭുവിനെ എല്ലാവരും കേട്ടിട്ടുണ്ടോ? മഹാപ്രഭു അനവധി കാലം ദക്ഷിണ ദിക്കുകളിലേക്ക് യാത്ര ചെയ്തിരുന്നു. അതായത് അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിന്നൊരാളല്ല. വടക്കൻ ഭാരതം മാത്രമാണ് ആധ്യാത്മികതയുടെ ഫൗണ്ടൻ ഹെഡ് എന്ന് വിശ്വസിച്ച ഒരാളായിരുന്നില്ല. എല്ലാവരും കാശിക്കും ബദരിയിലേക്കും കേദാരത്തിലേക്കും ഒക്കെ പോകുമ്പോൾ അക്കാലത്ത് അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ശ്രീരംഗത്തും ഒക്കെ വന്നു. ശ്രീരംഗത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന് ഉണ്ടായൊരു അനുഭവമുണ്ട്. അദ്ദേഹം ശ്രീരംഗത്ത് കുറച്ച് ദിവസം താമസിച്ചിരുന്നു. ആ താമസിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നും ഒരു വ്യക്തിയെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും. ശ്രീരംഗം ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, ലോകത്തിലെ ജീവനുള്ള ഏറ്റവും വലിയ ക്ഷേത്രമാണത്. ഏക്കർ കണക്കിന് സ്ഥലം. ഇപ്പോൾ പലരും ശ്രീരംഗം എന്ന് പറഞ്ഞ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞ് തന്നെ മോഡിജി അവിടെ പോയപ്പോഴാണ്. അതുവരെ ആൾക്കാർക്കറിയില്ല. അതിലൊരു വീഡിയോയിൽ അദ്ദേഹം ഇങ്ങനെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ ഒരു വയസ്സായൊരു മുത്തശ്ശൻ സ്വസ്തി സൂക്തം ചൊല്ലിയിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കുന്ന കാണാം. അപ്പോൾ വൈറലാണ് ആ വീഡിയോ. ആ മുത്തശ്ശനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളതാണ് അവിടെ അമ്പലത്തിൽ. അദ്ദേഹത്തിൻ്റെ നാവിന്ന് വേദമൊഴിഞ്ഞൊരു നിമിഷമില്ല. 12,000 ആൾക്കാരെയാണ് മാലിക് കഫൂറിൻ്റെ ആൾക്കാർ അവിടെ കൊന്നു തള്ളിയത്. ആ വിഗ്രഹം സംരക്ഷിക്കാൻ വേണ്ടി അവരെടുത്ത പെയിൻ നമുക്ക് പറയാൻ പറ്റില്ല. വലിയ നാരായണൻ്റെ വിഗ്രഹത്തിൻ്റെ ശ്രീകോവിലിനെ ചെങ്കല്ല് വെച്ച് അടച്ചിട്ട് മണിക്കൂറുകൾ കൊണ്ട് പ്ലാസ്റ്റർ ചെയ്തിട്ട് അങ്ങനെ ഒരു ശ്രീകോവിൽ അവിടെ ഇല്ലായിരുന്നു എന്നുള്ള മാതിരി ആക്കി ഒരു വാളാക്കിയതിന് ശേഷമാണ് അവർ ഉത്സവമൂർത്തി എടുത്തിട്ട് രക്ഷപ്പെട്ടത്. 20-30 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഭഗവാൻ തിരിച്ചു വരുന്നത്. ഗുരുവായൂരപ്പൻ വെറും 5 കൊല്ലം കൊണ്ടെങ്കിലും തിരിച്ചു വന്നു. എത്രയോ പേര്, എത്രയോ തലമുറകൾ ആ വിഗ്രഹം സംരക്ഷിക്കാൻ വേണ്ടി മരിച്ചു പോയൊരു സ്ഥലമാണ് ശ്രീരംഗം. ശ്രീരാമസ്വാമി വിഭീഷണന് തൻ്റെ കുലസ്വത്തായിട്ടുള്ള വിമാനത്തെ എടുത്തു കൊടുത്ത്, വിമാനം വെച്ചാൽ നമ്മൾ പറഞ്ഞ പ്ലെയിനല്ല, ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുകളിൽ കാണുന്ന വിമാനം. ശ്രീരംഗം വിമാനമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനം. അവിടെ അകത്ത് കിടക്കുന്ന നാരായണനെക്കാളും ആ വിമാനം കണ്ടാൽ തന്നെ അത്യത്ഭുതകരമാണ്. വെയിലത്തത് വെട്ടിത്തിളങ്ങും ഇങ്ങനെ സ്വർണത്തിൽ. ഒരു മഹാവിമാനം. ആ വിമാനത്തിനടുത്ത് വിഭീഷണൻ കൊടുക്കുകയാണ്, ഇത് എൻ്റെ കുലസ്വത്താണ്, ഇക്ഷ്വാകുവംശത്തിൻ്റെ, ഇത് നീ കൊണ്ടാക്കി പോയിച്ചോ. അത് പക്ഷെ ഭാരതത്തിൻ്റെ ഭൂമി കടക്കാതിരിക്കാൻ അന്നത്തെ ഋഷിമാരും മറ്റ് ദേവന്മാരും ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് വിശ്രമിക്കാൻ വേണ്ടി സന്ധ്യാവന്തനത്തിന് വേണ്ടി ഇറങ്ങിയ വിഭീഷണനാണ് ആ വിമാനം താഴെ വെച്ചു. അതവിടെ ഉറച്ചുപോയി കാവേരി നദിയുടെ തീരത്ത്. അങ്ങനെ അതിൻ്റെ താഴെ അനന്തശായിയായിട്ടുള്ള ഭഗവാനെ, അത് രസമുണ്ട്, ഒരു പുരുഷൻ വെറുതെ തലവെച്ച് ഇങ്ങനെ കിടന്നിട്ട് എന്തോ ആലോചിച്ച് കിടക്കുന്ന പോലൊരു വിഗ്രഹമാണ്. പത്മനാഭസ്വാമിയെ പോലെ അല്ല, അതിപ്രാചീന വിഗ്രഹമാണ്. ലക്ഷ്മി ദേവിയെ കാൽക്കൽ കാണില്ല, നാഭിന്ന് ബ്രഹ്മാവിനെ കാണില്ല, അനന്തനുണ്ട് പുറകിലെന്ന് മാത്രം. കാരണം ആ ഒരു കിടക്കയ്ക്ക് ഒരു പുരുഷൻ ഈ പ്രപഞ്ചം ഞാൻ എന്തിനു സൃഷ്ടിച്ചു എന്ന് ചിലപ്പോൾ ചിന്തിച്ച് കിടക്കണ പോലെയാണ് അവിടെ രംഗനാഥൻ പള്ളി കൊള്ളണത്. ആ രംഗനാഥ ക്ഷേത്രത്തിൽ ആ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട്, ആ ചൈതന്യ മഹാപ്രഭുവിനെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ആ കഥയിലേക്ക് വരാം. അവിടെ ഒരു പ്രാകാരത്തിൽ ഒരു സന്യാസിയല്ല എന്നാൽ ഗൃഹസ്ഥനുമല്ല ഒരാൾ സദാ ഗീത വായിച്ചും പഠിച്ചും ഇരിക്കുന്നത് കാണാം. അദ്ദേഹം ഉപദേശിക്കുകയോ മറ്റുള്ളവരെ ഗീതയുടെ തത്വങ്ങൾ ഉത്ബോധിപ്പിക്കാൻ നടക്കുകയോ ചെയ്യുന്ന ആളൊന്നുമല്ല. അദ്ദേഹം ഗീത വായിക്ക ഓരോ ശ്ലോകവും കണ്ണിന്ന് അശ്രുക്കൾ ധാരധാരയായിട്ട് ഒഴുകുകയും ചില സമയങ്ങളിൽ ആനന്ദം കൊണ്ട് നൃത്തം ചെയ്യുകയും ചില സമയത്ത് ഗദ്ഗത കണ്ഠനായിട്ട് എനിക്കിനി വായിക്കാൻ പറ്റില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വായിക്കാൻ പറ്റില്ല എന്ന് അവനവനോട് പറയുകയും ചെയ്തിട്ട് വിശേഷമായിട്ടുള്ളൊരു ആനന്ദാവസ്ഥയിൽ ഇരിക്കുന്നത് ചൈതന്യം ദിവസവും കാണുമായിരുന്നു. കൂടലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ ഗുരുവായൂർ കൂത്തമ്പലത്തിൻ്റെ അകത്ത് ഭാഗവതം വായിക്കുമ്പോൾ ഇടയ്ക്ക് ചാടി എണീച്ചിട്ട് പറയും, ഇതാ നിൽക്കണു നമസ്കരിച്ചോ എന്ന് പറയും അത്രേ എല്ലാവരുടെ അടുത്തും. എന്നിട്ട് അങ്ങോട്ട് നമസ്കരിക്കുന്നു. എന്നിട്ട് വീണ്ടും ഇരുന്നിട്ടാണ് അദ്ദേഹം ബാക്കി കഥ പറയുക. അതുപോലെ ഈ മഹാഭക്തൻ മഹാഭാഗവതൻ അശ്രുക്കൾ അണിഞ്ഞിട്ട് ഗീത വായിക്കുന്നത് കണ്ടപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു, വേദവിത്തായിരുന്നു, അസാധ്യ വ്യാകരണ പടുവായിരുന്നു, അതിൽ അഹങ്കരിച്ചിരുന്ന ആളുമായിരുന്നു പൂർവാശ്രമത്തിൽ. അങ്ങനെയുള്ള ഒരാളാണ് ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷയിൽ ജനങ്ങളെ ഈശ്വരഭജനം ചെയ്യാൻ പഠിപ്പിച്ചത്. അദ്ദേഹം പാണ്ഡിത്യത്തിൻ്റെ ദന്തഗോപുരത്തു നിന്നൊക്കെ താഴേക്ക് ഇറങ്ങി വന്ന കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭഗവത്ഗീത ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഭഗവാനെ മനസ്സിലാവണം. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഏറ്റവും ലാളിത്യത്തിലേക്ക് വന്നത്. കോംപ്ലിക്കേറ്റഡ് ആവാൻ വളരെ ഈസിയാണ്. ഇറ്റ് ഈസ് ഈസി ടു ബി കോംപ്ലിക്കേറ്റഡ്. സിമ്പിൾ ആവാനാണ് ഏറ്റവും കഷ്ടം. ഭഗവാൻ ലാളിത്യത്തിൻ്റെ ഏറ്റവും വലിയ രൂപമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ആ കരച്ചിൽ ആനന്ദാശ്രുക്കളുടേതാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് മനസ്സിലായി. പക്ഷേ
എന്തോ ഒരു കാരണം കൊണ്ട് ആദ്യത്തെ ദിവസങ്ങളിൽ ഇയാളുടെ അടുത്ത് പോവില്ല, മാറി നിന്ന് നോക്കും. അയാളെ ഡിസ്റ്റർബ് ചെയ്യണ്ട, അയാൾ കരയുന്നുണ്ട്, അയാൾ വായിക്കുന്നുണ്ട്, ആനന്ദത്തിൽ മുങ്ങി നിൽക്കുന്നുണ്ട്. ഒരു ദിവസം എല്ലാവരും ഒഴിഞ്ഞ് അദ്ദേഹം ആ പുസ്തകമൊക്കെ മടക്കി കുറച്ചു നേരം ധ്യാനിച്ചിരുന്നിട്ട് ഈ ഭക്തൻ എഴുന്നേറ്റ് പോകാൻ പോകുമ്പോൾ ഗൗരാംഗൻ, സ്വർണം പോലുള്ള ശരീരമുള്ളവനായതുകൊണ്ട് ഗൗരാംഗൻ എന്നാണ് പറയുക ചൈതന്യനെ, അദ്ദേഹം അങ്ങനെ അടുത്ത് ചെന്നിട്ട് ഇദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ചോദിച്ചു അത്രേ, അങ്ങേക്ക് എന്ത് തരത്തിലുള്ള ആനന്ദമാണ് ഗീത വായിക്കുമ്പോൾ കിട്ടുന്നതെന്നൊന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? എനിക്കതെന്താണെന്ന് അറിയാനാണ്. ആരാ പറയണമെന്ന് ആലോചിച്ച് നോക്കണം. ചൈതന്യനാ പറയണത്. ഈ വ്യക്തിയോട് ചോദിക്കുക. ഞാൻ ഈ അമൃത ജീവനത്തിൻ്റെ കഥയായി പറയുന്നത്. അപ്പം അദ്ദേഹം പറയുക, പ്രഭു എനിക്ക് അങ്ങ് എന്താ ചോദിച്ചതെന്ന് തന്നെ മനസ്സിലായില്ല. ഒരൊറ്റ കാരണം കൊണ്ടാണ് എൻ്റെ കണ്ണിന്ന് അശ്രുക്കൾ വരണത്. പണ്ട് യുദ്ധക്കളത്തിൽ അറിയണം എന്ന് ആഗ്രഹിച്ച് നിന്ന അർജുനൻ്റെ അടുത്തേക്ക് ഭഗവാന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്ന് തൊണ്ടയിൽ കൂടെ വന്ന് വായിൽ കൂടെ പുറത്തേക്ക് വന്ന വാക്കുകൾ ഉറക്കെ വായിക്കുമ്പോൾ എൻ്റെ വയറിന്ന് പൊങ്ങിയിട്ട് എൻ്റെ ഹൃദയത്തിൽ വന്ന് എൻ്റെ തൊണ്ടയിൽ കൂടെ പുറത്തേക്ക് വരിക. ഗുരുവായൂരപ്പൻ്റെ വാക്കുകളാണ് എൻ്റെ വാവിൽ കൂടെ പുറത്തേക്ക് വരുന്നത്. അതാലോചിക്കുമ്പോൾ എൻ്റെ ശരീരം അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങുന്നു. ഭഗവാന്റെ വാക്കല്ലേ ഞാൻ ഈ വായിക്കണമെന്ന്. എത്ര പേരിന്ന് ഗീത അങ്ങനെ വായിക്കണവരുണ്ട് ഈ ബോധത്തോട് കൂടിയിട്ട്? ഇത് ഭഗവാൻ ഉച്ചരിച്ച വാക്കാണ് എന്ന ബോധത്തോടെ വായിക്കുന്നവർ എത്ര പേരുണ്ട്? ഞാൻ ആരെയും മോശമാക്കാനോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വായിക്കുന്നു എന്ന് പറയാനല്ല. നമ്മളെല്ലാവരും കൂട്ടായിട്ടിരുന്നിട്ട് വട്ടത്തിലിരുന്നിട്ട് സംസാരിക്കുകയാണ്, ചിന്തിക്കുകയാണ്. ആരും വായിക്കുന്നില്ല. ആ ആനന്ദമാണ് എന്നെ കരയിപ്പിക്കുന്നത്. സത്യം പറയട്ടെ പ്രഭു, അതിലത്തെ ഒരു വാക്കിൻ്റെ അർത്ഥം പോലും എനിക്കറിയില്ല. ഗീതയിലെ വാക്കുകളുടെ ഒന്നിൻ്റെ അർത്ഥം പോലും എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. അത്യാവശ്യം സംസ്കൃതം പഠിച്ചിട്ട് ആ ഗീതാ ശ്ലോകങ്ങൾ വായിക്കുന്ന ആളാണ് അങ്ങേര്. പക്ഷെ അദ്ദേഹം പറയണ അതിൽ പറഞ്ഞിട്ടുള്ള ഒന്നിൻ്റെ അർത്ഥം എനിക്കറിയില്ല. ഭഗവാന്റെ ഹൃദയത്തിൽ നിന്ന് വരണ വാക്കുകൾ എന്നിലൂടെ വരണമല്ലോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇവിടെയാണ് ഗീത അനുഭവമായിട്ട് മാറുന്നത്. ഗീത അനുഭവമായില്ലെങ്കിൽ, ഭാഗവതം അനുഭവമായില്ലെങ്കിൽ, ലളിതാ സഹസ്രനാമം അനുഭവമായില്ലെങ്കിൽ, വിഷ്ണു സഹസ്രനാമം അനുഭവമായില്ലെങ്കിൽ ഇതൊന്നും വായിച്ചിട്ട് ഒരു കാര്യമില്ല. അനുഭവമാവണം. അനുഭവമാവണതിന് നിങ്ങൾ വേറെ 10 കോഴ്സൊന്നും പഠിക്കണ്ട, വാട്സപ്പിൽ നാരായണീയം ക്ലാസ്സിലൊന്നും ഇരിക്കണ്ട, ഫേസ്ബുക്കിൽ കോഴ്സിനൊന്നും പോകണ്ട, കുറേ ലൈവൊന്നും കേൾക്കണ്ട. എത്ര കുറച്ച് അബദ്ധധാരണകളോട് കൂടിയിട്ട് ഭഗവാനെ സമീപിക്കാൻ പറ്റുമോ അത്രയും കുറച്ച് അബദ്ധധാരണകളോട് കൂടിയിട്ട് അദ്ദേഹത്തെ സമീപിക്കുക. അൺലേൺ ചെയ്യുക. ജിത്തു കൃഷ്ണമൂർത്തി പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് അതാണ്, അൺലേൺ. ചെറുപ്പം തൊട്ടിട്ട് അടിച്ചു കയറ്റിയിട്ടുള്ള അനവധി സങ്കല്പങ്ങളുണ്ട്. രാമായണവും ഗീതയൊക്കെ ഇത്രാമത്തെ ദിവസം തുറന്ന് ഇത്ര വരി തള്ളി ഇത്ര അക്ഷരം തള്ളി വായിക്കണം എന്നൊക്കെ പറയുന്ന ഊരാക്കുടുക്കുകളിൽ പെടാതെ ശാന്തമായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ആവുന്ന ശരീരശുദ്ധി വരുത്തിയിട്ട് മനസ്സിൽ ഭഗവാനെ എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അതങ്ങോട്ട് വായിക്കുക. ഒരു പ്രാവശ്യമെങ്കിലും വ്യാഖ്യാനത്തോട് കൂടിയിട്ട് ചിന്മയാനന്ദ സ്വാമിയുടെ ആവാം, മനോഹരമായ മറ്റൊരു ഭാഷയുണ്ട് ജി ബാലകൃഷ്ണൻ നായരുടെ ശിവാരവിന്ദം, അത് വായിക്കാം. മലയാളത്തിലുള്ളതാണ് ഞാൻ പറയണത്. അനവധിയുണ്ട്, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെയുണ്ട്. അറിയുന്ന ഭാഷയിൽ വായിക്കുമ്പോൾ ചില ശ്ലോകങ്ങളിൽ പറയണ കാര്യങ്ങൾ നമുക്കൊരു കാര്യം തോന്നും, ഇതെന്നെ കൊണ്ട് പറ്റണതാണ്. എല്ലാം നമ്മളെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഗീത പഠിക്കരുത്. അമൃത ജീവനം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് തിയറി പറഞ്ഞിട്ട് പോയാൽ നിങ്ങൾക്ക് ആർക്കും ഒരു ഉപകാരമില്ല. എന്തെങ്കിലും പ്രാക്ടിക്കലാവണം. ഒരു ശ്ലോകം വായിച്ചാൽ ആ ശ്ലോകത്തിൻ്റെ അകത്ത് നമ്മളെ കൊണ്ട് പറ്റുന്നതാണോ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് നോക്കാൻ ഒരു ശ്രമം നമ്മൾ നടത്തണം. പറ്റണതാണെന്ന് കണ്ടാൽ അതിനെ അവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. അങ്ങനെ നമുക്കൊരു 5 or 6 ശ്ലോകങ്ങൾ ഈ 18 അധ്യായത്തിൽ നിന്നും കിട്ടും. അതിൽ ഒരു ശ്ലോകമെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം, ഒരു മണിക്കൂറല്ല, ഒരു നിമിഷമെങ്കിലും നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ? സാധിച്ചാൽ ഗുരുവായൂരപ്പൻ സന്തോഷിക്കും. നിങ്ങൾ തുലാഭാരം നടത്തണ്ട, വെണ്ണ കൊണ്ട കൊടുക്കണ്ട, പട്ടു കൊടുക്കണ്ട, കദളിപ്പഴം കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഒരു നല്ല അധ്യാപിക എങ്ങനെയാണോ തൻ്റെ, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എങ്ങനെയാണോ തൻ്റെ ശിഷ്യൻ എന്ന് പറയുന്ന ആളെ ഒരു കാര്യം പഠിപ്പിച്ചിട്ട് ആ പയ്യൻ അത് അല്ലെങ്കിൽ ആ പെൺകുട്ടി അത് പ്രാവർത്തികമാക്കി കാണിച്ചാൽ സന്തോഷിക്കുക. ഇപ്പം ചില ക്ലാസ്സുകളിൽ മഹാപകടം പിടിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അവർ അടങ്ങിയിരിക്കില്ല, ക്ലാസ്സിൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ വൃത്തിയായിട്ട് ചെയ്യും.
ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഒന്നും ചെയ്തൊന്നും വരില്ല. അപ്പോഴും അധ്യാപകൻ എന്താ പറയുക അറിയോ? കാര്യം അവൻ കുരുത്തം കെട്ട ആളാണെങ്കിലും അവൻ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ചെയ്തു എന്ന് പറയും. അത് ആ അധ്യാപകൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. അപ്പം പിന്നെ ഡിസിപ്ലിനോടും കൂടി ഇരുന്നിട്ട് നമ്മൾ ആ പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ അധ്യാപകൻ, ആ മഹാഗുരുനാഥന് എത്ര സന്തോഷം ഉണ്ടാവും. വെറുതെ ചുമ്മാ കൃഷ്ണം വന്ദേ ജഗദ്ഗുരുന്ന് ജപിച്ചിട്ട് കാര്യമില്ല. ആ ഗുരുനാഥന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ എന്ന് പറയുന്നത് ആ അമൃതജീവനത്തിലേക്കുള്ള നമ്മുടെ ചെറിയ ചെറിയ കാൽവെപ്പുകളാണ്. കൊച്ചു കൊച്ചു കാൽവെപ്പുകൾ അത്രേ വേണ്ടൂ. പടിയായിട്ട് നമ്മൾ കാലിങ്ങനെ വെച്ച് വരുമ്പോൾ ഭഗവാൻ നമ്മളെ പിടിച്ച് കൊണ്ടുപോകും. ഗുരുവായൂരപ്പ പുറകുണ്ടാവണേ, ഞാൻ ഓടുകയാണെന്ന് പറഞ്ഞിട്ട് ഓടണവൻ്റെ പുറകിൽ തള്ളിക്കൊണ്ട് ഓടും ഭഗവാൻ. ഞാൻ ഓടാൻ പോവാണേ, ഇല്ലേ ഇടയ്ക്കിടയ്ക്ക് പുറകെ നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഓടിക്കോ എന്ന് പറയും. നമ്മൾ ഓടൂല്ല, മൂപ്പര് തള്ളൂല്ല. അപ്പം ഭഗവത്ഗീത ഉണ്ടാക്കുന്ന ഇമ്പറ്റസ് അത്ര അധികമാണ്. ശരിക്കും മനസ്സിലാക്കിയ ഗീത വായിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് വളരെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടൊരു എക്സസൈസാണ്. അവനവൻ എന്ത് മനസ്സിലാവുന്നു അതാണത്. പക്ഷേ മറ്റൊരാൾ മനസ്സിലാക്കിയതുമായിട്ട് പോയിട്ട് താരതമ്യം ചെയ്യാനോ ആ ആളെ കറക്റ്റ് ചെയ്യാനോ ആ ആളുമായിട്ട് വാദപ്രതിവാദത്തിനോ പോകാൻ നമുക്ക് അവകാശമില്ല. ഒരു വീട്ടിലൊരമ്മ ഒരു കറി ഉണ്ടാക്കിയാൽ ആ വീട്ടിൽ വേറെ 5 ആൾക്കാരുണ്ടെങ്കിൽ ആ 5 പേര് 5 തരത്തിൽ ആ കറി അപ്രീഷിയേറ്റ് ചെയ്യുക. 5 തരം രുചിയായിരിക്കും. ഒരാളുടെ നാക്കിൽ പുണ്ണുണ്ടെങ്കിൽ ചിലപ്പോൾ എരിഞ്ഞിട്ട് കഴിക്കാനില്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിൻ്റെ സ്വാദറിയില്ല എന്ന് വെച്ച് കറി മോശമാണെന്ന് പറയാൻ പറ്റുമോ? ഇതേ അവസ്ഥയാണ് നമ്മുടെ എല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങൾക്കും സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് തമ്മിൽ തല്ലും. ഇതിന് ടേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഇതിന് ഭയങ്കര ടേസ്റ്റാണ്, ഇതിനേ ടേസ്റ്റ് ഉള്ളൂ, ഞാൻ വെച്ച സാമ്പാർ മാത്രമാണ് സ്വാദുള്ള സാമ്പാർ എന്ന് അമ്മയും കൂടെ പറയാൻ തുടങ്ങിയാൽ അതോടുകൂടി അവസാനിച്ചു ആ കുടുംബത്തിലെ സമാധാനം. ഇതുപോലെയാണെന്ന് പ്രത്യേകിച്ച്, കാരണം ഗീതയാണ് ഏറ്റവും മിസ്ഇൻറ്റർപ്രറ്റഡ്. നമ്മുടെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വേദാന്ത ചിന്തയുടെ വേദത്തിൽ നിന്ന് എന്ത് ആറ്റിക്കുറുക്കി എടുത്തിട്ടുണ്ടോ അതിനെ കൂടുതൽ ആറ്റിക്കുറുക്കി എടുത്തത് ബ്രഹ്മസൂത്രം. ആ ബ്രഹ്മസൂത്രത്തിനെ വിപുലീകരിച്ച് പറഞ്ഞത് ഉപനിഷത്തുക്കൾ. ആ വിപുലീകരിച്ച് പറഞ്ഞതും പോരാതെ വരുന്നതാണ് ഗീതയിൽ ഇത് മുഴുവൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത്. ഈ 3 എണ്ണത്തിന് മാത്രമാണ് ആചാര്യസ്വാമികൾ 12 വയസ്സാകുമ്പോഴേക്കും വ്യാഖ്യാനം എഴുതിയത്. അദ്ദേഹത്തിന് വേറെ ധാരാളം സമയം ഉണ്ടായിരുന്നു. പിന്നെയും അനദർ എന്താ പറയുക, ഓൾമോസ്റ്റ് 20 years ഉണ്ടായിരുന്നു. അദ്ദേഹം വേറൊന്നിനും സമയം കളഞ്ഞിട്ടില്ല. കാരണം ഈ 3 എണ്ണം മതി. ആ തലത്തിൽ പിടിക്കാവുന്നവൻ നേരിട്ട് പോയിട്ട് ബ്രഹ്മസൂത്രം വായിച്ചാൽ മതി. ജന്മാദ്യസ്യേതോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അഥാതോ ബ്രഹ്മനിജ്ഞാസ, അത് കഴിഞ്ഞാൽ ജന്മാദ്യസ്യേതോ. അത് വെച്ചിട്ടാണ് ഭാഗവതത്തിൻ്റെ 1ാമത്തെ ശ്ലോകം തുടങ്ങുന്നത്. ജന്മാദ്യസ്യേതോ അന്വാദരദാർത്ഥേഷ വിഘ്നസ്വരാൻ തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യത് സൂരയ തേജോ വാരിമൃതാം യഥാവിനിമയോ യത്ര സർഗോ മൃഷ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. സത്യത്തിനെയാണ് ഞാൻ ഉപാസിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പീലി വെച്ച് നിൽക്കുന്ന ഓടക്കുള്ളി പിടിച്ച് നിൽക്കണ കൃഷ്ണനെയാണെന്ന് ഉപാസിക്കണമെന്ന് ഭാഗവതം പറയണില്ല. ചതുർബാഹുവായിട്ടുള്ള നാരായണനെയാണെന്ന് പറയുന്നില്ല. പിനാകപാണിയായിട്ടുള്ള ശിവനെയാണെന്ന് പറയുന്നില്ല. നാൻമുഖനായിട്ടുള്ള ബ്രഹ്മദേവനാണെന്ന് പറയുന്നില്ല. പ്രപഞ്ചമാതാവായിട്ടുള്ള അമ്മയാണെന്നും പറയുന്നില്ല. ഞാൻ സത്യത്തിനെയാണ് ഉപാസിക്കുന്നതെന്ന്. ആ ഉപാസനയുടെ മാർഗം എന്താ? ആ മാർഗമാണ് ഗീത. അപ്പോൾ ആ ബ്രഹ്മസൂത്രം വായിച്ചാൽ ഇനി മനസ്സിലാവില്ല. ശരി, എന്നായിക്കോട്ടെ, ഉപനിഷത്തുകൾ വായിക്കൂ. ആ ഉപനിഷത്തുകളിൽ വലിയ ചർച്ചകളുണ്ടായി കാലങ്ങളോളം. ഭഗവാന്റെ കാലമായപ്പോഴേക്കും ഉപനിഷത് ജ്ഞാനം നശിച്ചു. അപ്പോൾ അദ്ദേഹം അതിന് കണ്ടെത്തിയ മാർഗമാണ് അതിനെ ആറ്റിക്കുറുക്കിയെടുത്തിട്ട് അക്കാലത്ത് ഭാരതത്തിലുണ്ടായിരുന്ന എന്തൊക്കെ ചിന്താ പദ്ധതികളുണ്ടോ, ഈവൻ നിരീശ്വരവാദം പോലും അദ്ദേഹം ടച്ച് ചെയ്ത് പോയിട്ടുണ്ടതിൽ. അർജുനനൊരു താലത്തിൽ വെച്ചിട്ട് കൊടുക്കുകയാണ്. ഇന്ന് ഗീതാചാര്യന്മാർ പലരും ചെയ്യുന്നത് പോലെ, ക്ഷമിക്കുക, ഞാൻ ചിന്മയാനന്ദ സ്വാമിയുടെ മടിയിലിരുന്നിട്ടുള്ള ആളാണ് കുട്ടിയാവുമ്പോൾ. ആ മടിയിലാണ് ഇപ്പോഴും എൻ്റെ മനസ്സ്. ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ആ കഥ ഞാൻ ഈ സംസ്കാരയുടെ സ്വാഗത സംഘത്തിൻ്റെ ഒരു രൂപീകരണത്തിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചപ്പോൾ അന്ന് ഞാൻ ചിന്മയ മിഷനിൽ പറയുണ്ടായി. ഞാൻ അദ്ദേഹത്തിൻ്റെ താടി പിരിച്ചിട്ട് റിബൺ പോലെ കെട്ടിയിട്ടിട്ടുണ്ട് മടിയിലിരുന്നിട്ട് ചെറുതാവുമ്പോൾ. അദ്ദേഹത്തിൻ്റെ ആ മുഴങ്ങണ വോയിസിൽ എന്ന് പറഞ്ഞു, ഹി മെയ്ഡ് മീ ലുക്ക് ലൈക്ക് എ ചൈനീസ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മടിയിലിരുന്നിട്ടാണ് ഞാൻ പറയണത്. ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഇത് മാത്രമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് അടിച്ചു പഠിപ്പിക്കലാണ് ഇന്ന് ഗീത. കാലിനെ ചെരുപ്പിനനുസരിച്ച് മുറിക്കുന്നു. പാകമുള്ള ചെരുപ്പ് ആരും ഇട്ട് കൊടുക്കുന്നില്ല. ശ്രീരാമകൃഷ്ണദേവൻ്റെ 18-19 ശിഷ്യന്മാരെ നോക്കും, 18 പേരെ.
ഈ 18 പേരിൽ ആരെങ്കിലും ഒരാൾ ശ്രീരാമകൃഷ്ണനാണോ? അല്ല. വിവേകാനന്ദ സ്വാമി പോലും ശ്രീരാമകൃഷ്ണനല്ല. അതിന് കാരണം എന്താ? തൻ്റെ അച്ചിൽ അദ്ദേഹം ആരെയും വാർത്തില്ല. ഓരോരുത്തരുടെ കഴിവെന്താ നോക്കി ആ ആൾക്കനുസരിച്ചുള്ള ഉപാസനാ പദ്ധതികളാണ് കൊടുത്തത്. അതാണ് യഥാർത്ഥ ഗുരുനാഥൻ. അല്ലാണ്ട് ഒരേ അച്ചിൽ ഒരേ യൂണിഫോം ഇട്ട് വാർക്കുകയല്ല വേണ്ടത്. ഭഗവാൻ അതല്ല ചെയ്തത്. അർജുനൻ്റെ മുന്നിൽ ഒരു താലത്തിൽ കൊണ്ടുപോയിട്ട് ഇതാ ഭക്തി, ഇതാ ജ്ഞാനം, ഇതാ യോഗം, ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് രാജയോഗ സകലതും കൊണ്ടേ വെച്ചു കൊടുത്തു. ഇതൊക്കെ പോരാണ്ട് ഇതിൻ്റെ ഒക്കെ മൂലക്കല്ലായിട്ടിരിക്കുന്ന പ്രപഞ്ചശക്തി എന്താണെന്ന് വിശ്വരൂപമായിട്ട് കാണിച്ചു കൊടുത്തിട്ട് വീണ്ടും റിവിഷൻ നടത്തി. റിവിഷനാണ് പിന്നീടുള്ള ചാപ്റ്റേഴ്സ്. കാരണം ഒരു ബോധം അനുഭവമായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോൾ, ഒരു സിനിമ ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ ആസ്വദിക്കണേക്കാളിലും ചിലപ്പോൾ ആ സിനിമ രണ്ടാമത് കാണുമ്പോൾ ആസ്വദിക്കും. അതുപോലെയാണ് വിശ്വരൂപ ദർശനത്തിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ്. ആദ്യത്തെ അധ്യായത്തിൽ ഭഗവാൻ യുദ്ധത്തിൻ്റെ വരുംവരായികളെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അർജുനെ കൊണ്ട് വ്യാസൻ ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നു. നമ്മുടെ മനസ്സിൽ, സാധാരണക്കാരായ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന അതേ ചോദ്യങ്ങൾ അത് ചോദിപ്പിക്കുന്നു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആ ജിസ്റ്റ് മാത്രം എടുക്കുകയാണ്, ഒരു ചാറെടുക്കുക. അതിൽ ഭഗവാൻ അവസാനം കൊണ്ടേ പറഞ്ഞു വയ്ക്കുന്നു, കാർപ്പണ്യദോഷം കളയൂ എന്നാണ് പറയണത്. ഈ കൺഫ്യൂഷൻ എടുത്ത് കളയൂ. നീ ഒരേ സമയം വീരനാണെന്ന് അഭിമാനിക്കണു, അതേസമയം ഭീരുവിനെ പോലെ കിലുകില പറയ്ക്കണു. മനുഷ്യൻ്റെ ഒക്കെ സ്വഭാവത. ഇന്നലെ രാത്രി നാളെ രാവിലെ ഞാൻ അത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങണം. നമ്മൾ രാവിലെ ആകുമ്പോൾ അത് വേണ്ടാന്ന് പറയും. അപ്പോൾ ഇന്നലത്തെ ഞാനാരാ, ഇന്നത്തെ ഞാനാരാ. അപ്പോൾ നമ്മുടെ തന്നെ എത്ര പേരുണ്ട്? നമുക്ക് നമ്മളെപ്പോലും വിശ്വസിക്കാൻ വയ്യ. എന്നിട്ടാണ് നമ്മൾ ലോകത്തിൻ്റെ വിശ്വാസം അന്വേഷിച്ച് നടക്കുന്നത്. അതാണ് കാർപ്പണ്യദോഷം. ആ കാർപ്പണ്യദോഷത്തിനെയാണ് ഭഗവാൻ ഫസ്റ്റ് അഡ്രസ്സ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് എവർ സൈക്കോളജിസ്റ്റ് ഹു വാക്ക്ഡ് ഓൺ ദിസ് എർത്ത്. കൃഷ്ണൻ്റെ മുകളിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പറ്റില്ല. സൈക്കാട്രിസ്റ്റുമാണ്, മരുന്നും കൊടുക്കുന്നുണ്ട്. ആ കാർപ്പണ്യദോഷത്തിനെ ആദ്യം അങ്ങോട്ട് അഡ്രസ്സ് ചെയ്യുന്നു. വേണോ വേണ്ടയോ, ശരിയാണോ ശരിയല്ലയോ, ഇങ്ങനത്തെ ഡിബേറ്റുകളൊക്കെ നമ്മുടെ മനസ്സിൽ യുദ്ധമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഇന്ദ്രപാലൻ സാറ് ഒരു മഹാത്മാവായിട്ടുള്ള ഒരു യോദ്ധാവ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാല് മുറിച്ച് കളയുന്നൊരു രംഗം കാണിച്ചുകൂടെ. ആ കാല് മുറിച്ച് കളയുന്ന വേദന സഹിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പവർ വരുന്നത് അദ്ദേഹത്തിന് ഈ രാജ്യത്തിനോട്, ഈ പിറന്ന മണ്ണിനോടുള്ള സ്നേഹത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ അയാൾ സഹിക്കില്ല. ആ ഒരു മനസ്ഥിതിയിലേക്ക് എത്തണമെങ്കിൽ ഈ ടു ബി ഓർ നോട്ട് ടു ബി, ഈ കാർപ്പണ്യദോഷം കളയണം എടുത്തിട്ട്. ആ കാർപ്പണ്യദോഷം ലെവലേശമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് സ്വന്തം ശരീരത്തിൽ പ്രാണൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തിനെ ഒരു മൂർച്ചയുള്ള ആയുധം കൊണ്ട് മുറിച്ച് കളയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുക്കറി എത്രയോ കാലം അദ്ദേഹത്തിൻ്റെ തുടയോട് ചേർന്ന് നടന്നതാണ്. ആ കുക്കറിക്കും അറിയില്ല, തുടയ്ക്കും അറിയില്ല നാളെ ഇത് അന്യോന്യം ഒരു ചേർച്ചയുണ്ടാവുന്നു, ഇത് ശരീരത്തിൽ നിന്ന് വേർപെടുത്താൻ ഇത് ഉപയോഗിക്കുന്നു. അത് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു പ്രത്യേക അവസ്ഥയാണ്. എന്നിട്ട് അദ്ദേഹം സ്റ്റിൽ കമാൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതാ കാർപ്പണ്യദോഷം ഇല്ലാത്ത യോദ്ധാവിൻ്റെ, ഗീതോപദേശം കിട്ടിയ അർജുനൻ്റെ അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ. ആദ്യത്തെ ചാപ്റ്ററിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തേലേക്ക് എത്തുമ്പോൾ അദ്ദേഹം, ഭഗവാൻ അർജുനൻ ചോദിച്ചതിലും കൂടുതൽ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഗുരുനാഥന്മാർ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു കൊടുത്തിട്ട് മിണ്ടാതിരിക്കും. അതാണ് ശരിയായിട്ടുള്ള ഗുരുനാഥന്മാരുടെ ഒരു ലക്ഷണമായിട്ട് പറയാം. ചോദിക്കാത്ത പറഞ്ഞു കൊടുക്കില്ല, കാരണം അത് ഉള്ളിൽ നിന്നുണ്ടായി വരട്ടെ എന്ന്. പക്ഷെ അർജുനൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ തന്നോടാണ് സംസാരിക്കണം. കയറി വരാത്ത അവൻ്റെ അടുത്ത് കയറി വന്ന ഞാൻ സംസാരിക്കുകയാണ്. കയറി വരാത്ത എന്നോട് കയറി വന്ന ഞാൻ സംസാരിക്കുകയാണ്. ഞാൻ തന്നെയാണത്. കണ്ണാടി നോക്കി സംസാരിക്കുന്ന പോലെയാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ പറയാം, ഒരിക്കലും എൻ്റെ സുഹൃത്തായിട്ട് നീ നടന്നിട്ട് പോലും, ഫ്രണ്ട്സ് ആണെങ്കിൽ സാധാരണ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും, കുറ്റം കണ്ടുപിടിക്കും. എൻ്റെ സുഹൃത്തായിട്ട് നീ നടന്നിട്ട് പോലും എന്നിൽ ഒരിക്കൽ പോലും ദോഷം കാണായികയാൽ ഞാൻ നിനക്ക് ഈ മഹത്തായ ജ്ഞാനത്തെ തരുന്നു എന്നാണ് പറയണത് ഭഗവാൻ. നമ്മളൊക്കെ ഒരു പ്രസംഗം കേൾക്കാനിരിക്കുമ്പോൾ തന്നെ നമ്മുടെ തലയുടെ പുറകിൽ വേറെ റീൽ ഓടാൻ തുടങ്ങും. ആ ഗുരുനാഥൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, ഇയാൾ ഇങ്ങനെയാണല്ലോ പറയണത്. അവിടുന്ന് തുടങ്ങും നമ്മൾ ആ കേൾക്കുന്നതിൻ്റെ ഫ്യൂട്ടൈൽ എക്സസൈസാണ്. പിന്നെ കേട്ടിട്ട് കാര്യമില്ല. തലേ ദിവസം അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് വിളമ്പി വെച്ച പാൽപ്പായസത്തിൻ്റെ അവശിഷ്ടം അഴുകിപ്പിടിച്ചിരിക്കുന്ന പാത്രവുമായുള്ള മനസ്സുമായിട്ട് ഇരുന്നാൽ ഗുരുവായൂരപ്പം വിളമ്പിത്തരണ ശുദ്ധമായ പാൽപ്പായസം നിങ്ങൾ എങ്ങനെ കഴിക്കും? ഒരിക്കലും സാധിക്കില്ല. നമ്മൾ ആ പാത്രമാണോ ഭഗവാന് വെച്ചു കൊടുക്കാൻ പോണത്? ഭഗവാൻ ഇതിൽ വിളമ്പിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അല്ല. അങ്ങനെ
കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ചോദിച്ചതിനുള്ള ഉത്തരവ് ഇതൊക്കെയാണ്, പക്ഷെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ചില കാര്യങ്ങൾ നിനക്കിനി പറഞ്ഞു തരാം. ആ പടിയായിട്ട് പിടിച്ചു ഉയർത്തി കൊണ്ടുപോവുകയാണ്. കൈ പിടിച്ച് ഉയർത്തി തൻ്റെ തന്നെ ആത്മാവായിട്ടുള്ള ഒരാളെ, ഏത് ഈശ്വരനും നമ്മളെ അങ്ങനെയാണ് കാണുന്നത്, അത് മനസ്സിലാക്കിക്കോളൂ. തന്നിൽ നിന്ന് താഴ്ന്നൊരു വസ്തുവായിട്ട് എവിടെയും ഭഗവാൻ കാണുന്നില്ല നമ്മളെ. ഒരു ശരാശരി അമ്പലത്തിൽ പോലും ഒരു പൂജയ്ക്ക് ഒരു പൂജാരി ഇരുന്നിട്ട് ശംഖപൂരണം ആത്മാരാധന എന്നൊക്കെ പറയും, പൂജ പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഒരിക്കലും താഴ്ന്ന തലത്തിലിരുന്നിട്ട് ഉയർന്ന തലത്തിലൊരു ദേവനെ പൂജ കഴിക്കാൻ നമ്മുടെ തന്ത്രശാസ്ത്രം അനുവദിക്കുന്നില്ല. പൂജാരി ദേവന് തുല്യമാവണം. അതിനാണ് ദേഹത്ത് പിന്നെ തൊടാതെ ശുദ്ധമായിട്ടൊക്കെ ഇരുന്നിട്ട് അവർ ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കുന്ന പൂജാരികൾ പോലും ഒന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. ഈ അടുത്ത് എനിക്ക് കേരളത്തിലൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു കൃത്യത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ തന്ത്രവും പൂജയും പഠിപ്പിക്കുന്ന 41ഓളം സ്ഥാപനങ്ങളിൽ ഇൻസ്പെക്ഷന് പോകേണ്ടി വന്നു. കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒരു സബ് കമ്മിറ്റിയിൽ ഗുരുവായൂരപ്പൻ്റെ നിർദ്ദേശം കൊണ്ടെന്ന പോലെ എനിക്കും ഒരു അംഗമാവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ധർമ്മം എത്ര അപകടം പിടിച്ച അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളത്. 14-15 വർഷമായിട്ട് ശാസ്താവിനെ പൂജ കഴിക്കുന്ന ഒരു വ്യക്തി പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് ശാസ്താവിൻ്റെ ദ്വാസ്തന്മാരാരാന്നോ ശാസ്താവിൻ്റെ പീഠപൂജയുടെ മന്ത്രം എന്താണെന്നോ പോലും അറിയാത്ത ആൾക്കാരാണ്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് അറിയുന്നില്ല. സപ്തമാതൃക്കളിൽ എത്ര കല്ലുണ്ടെന്ന് ഞാൻ ചോദിച്ചു. തമാശയ്ക്ക് ഗതികെട്ടിട്ട് ഒരു സ്ഥലത്ത് 7 എന്ന് പറഞ്ഞു എന്നോട്. ഇതിൽ കൂടുതൽ എന്താ പറയുക? 9 കല്ലാണ് സപ്തമാതൃക്കൾ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, കുട്ടികൾക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു ഇഡ്ഡലി വെച്ച മാതിരി 9 കല്ല് കാണില്ലേ നമ്മൾ പ്രദർശനം വെച്ച് പോകുമ്പോൾ? അത് വീരഭദ്രനും ഗണപതിയും 7 മാതാക്കളുമാണ്. ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി, ഇത്രയും പേരാ. എന്തുകൊണ്ടാണ് ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫണ്ടമെൻ്റൽസ് പോലും അറിയാത്തവരാണ് ഇന്ന് ഈശ്വരൻ്റെയും നമ്മുടെയും ഇടനിലക്കാരായിട്ട് വരുന്നത് എന്നുള്ളതാണ് ഈ ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ നാശം. ഭഗവാനോട് ആർക്ക് സ്നേഹമില്ല? ഭഗവാനോട് സ്നേഹമുണ്ടെങ്കിൽ അതിനെ നന്നായി നോക്കണം. അതെൻ്റെ പുത്രനാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മയാണ്, എൻ്റെ കൂടപ്പിറപ്പാണ്. ഈ വിധത്തിൽ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളത് ചിട്ടയായിട്ട് ചെയ്യാനെങ്കിലും നമ്മൾ പഠിക്കും. ഇതിലും ഉയർന്ന ചിന്തയുണ്ട്, അത് ഞാനാണെന്ന്. അറ്റ്ലീസ്റ്റ് അതാണെങ്കിൽ നമ്മൾ എന്തും ചെയ്യും, അല്ലേ? ഈ കല്ലിലിരിക്കണം ഞാൻ തന്നെയാണെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യും. അത്ര സ്വാർത്ഥിയാണ് നമ്മൾ. അപ്പം ഈ തലത്തിൽ നിന്നിട്ട് ജീവിതത്തിനെ കാണാൻ പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ് 2ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. കാരണം ആ തലത്തിൽ നിന്ന് കാണുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള ശാശ്വതമായിട്ടുള്ള സമാധാനം നമ്മുടെ അകത്തേക്ക് വരുള്ളൂ. അതാണ് യഥാർത്ഥ ആധ്യാത്മികമായിട്ടുള്ള ഉൾക്കാഴ്ച 2ാമത്തേൽ വരുന്നത് സാഖ്യത്തിൽ. വാസ്തവത്തിൽ 2ാമത്തെ അധ്യായത്തിൽ ഗുരുവായൂരപ്പൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. അവിടുന്ന് അങ്ങോട്ടുള്ള 16 അധ്യായവും അതിൻ്റെ പ്രാക്ടിക്കലോ വിപുലീകരണമോ മാത്രമാണ്. നിങ്ങൾ സാഖ്യം വൃത്തിയായിട്ട് പഠിച്ചാൽ, അർജുനൻ്റെ ചോദ്യങ്ങൾ നന്നായി മനസ്സിലാക്കുക 1ാമത്തെ ചാപ്റ്ററിൽ, 2ാമത്തെ സാഖ്യയോഗം ചിട്ടയായിട്ട് പഠിച്ചാൽ, സ്വാധ്യായം നിത്യേന, ഡിനി സാറ് പറഞ്ഞ മാതിരി 3 ശ്ലോകം ഒരു ദിവസമോ 1 ശ്ലോകം എന്തെങ്കിലും അതൊരു ചിട്ടയായിട്ട് നിങ്ങൾ കൊണ്ടുവന്നാൽ വീണ്ടും വായിക്കുക. സംസ്കൃതം ഒന്നും അറിയണ്ട. ആഞ്ഞൻ തിരുമേനി പറഞ്ഞ മാതിരി വായിക്കുക അകത്ത് നിങ്ങനെ ഒരു മീനിങ് വരും. ഭഗവാൻ പറഞ്ഞു തരണയാണ്, നിങ്ങളവിടെ അർജുനനാ. അങ്ങനെ വേണം ഭഗവത്ഗീത വായിക്കാൻ. ആരുടെയും വ്യാഖ്യാനം വായിക്കണ്ട, ഉള്ളിന്ന് വായിക്കണം. ഉള്ളിന്ന് വായിച്ച് കിട്ടിയത് പറഞ്ഞു തന്നതാണ് ചിന്മയാനന്ദ സ്വാമിയെ പോലുള്ളവർ നമുക്ക്. അത് മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഷട്ടപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട് എന്നാ, പ്രസിദ്ധമാണ്. മനസ്സിൻ്റെ എല്ലാ വാതായനങ്ങളെയും അടച്ചിട്ട് ബ്രഹ്മത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത്. അതാണ് യഥാർത്ഥ ടീച്ചിങ്. പക്ഷെ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ സാധാരണക്കാർക്ക് നമ്മുടേതായിട്ടുള്ള അനുഭവ തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് വായിക്കുമ്പോൾ തന്നെ ഉദയം ചെയ്തു വരും നമ്മുടെ ഹൃദയത്തിൽ. അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കും? 3ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എങ്ങനെ നമ്മുടെ പ്രവർത്തികളിൽ നമുക്ക് സമാധാനം കണ്ടെത്താം. കാരണം പല പ്രവർത്തികളും നമ്മൾ ചെയ്യുന്നത് സമാധാനക്കേടോടെയാണ്, ആശങ്കകളോടെയാണ്. 3ാമത്തെ അധ്യായം കഴിഞ്ഞ് 4ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോഴാണ് ആ ഈശ്വരങ്കരയ്ക്കുള്ള രാജപാതയിലേക്ക് നമ്മളെ ഭഗവാൻ പ്രവേശിപ്പിക്കുകയാണ്. അതൊരു ഹൈവേ ആണ്. ആ ഹൈവേയിലേക്ക് നമ്മൾ കയറി. ഇനി ഒരൊറ്റ ഡെസ്റ്റിനേഷൻ അദ്ദേഹമേ ഉള്ളൂ. അതിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഭഗവാൻ പറയാണ്, കാര്യം നമ്മളിതാ ഭഗവാങ്കലേക്ക് പോവുകയാണ്, ബ്രഹ്മത്തിലേക്ക് നീങ്ങുകയാണ് നമ്മൾ. അതൊക്കെ ശരിയാണ്. പക്ഷേ അതിനാദ്യം വേണ്ട ഒരു ടൂള് നമ്മുടെ കയ്യിലുണ്ട്. ആ ടൂളിനെ എടുത്ത് പ്രയോഗിച്ചേക്കണം. എന്താ അത്? ഡിസയർലെസ് ആക്ഷൻ, ഫലം ഇച്ഛിക്കാതെ പ്രവർത്തിക്കുക. അവിടെയാണ് അദ്ദേഹം ശരിക്കും
കർമ്മസിദ്ധാന്തത്തിന് ഇത്രയധികം ഉദ്ഘോഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഗുരുനാഥൻ ഭാരത ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കൃഷ്ണനെ പോലെ വേറെ. ത്രിഗുണങ്ങളെ കുറിച്ചിട്ടും ഇത്രയേറെ പറഞ്ഞിട്ടുള്ള സത്വഗുണം, രജോഗുണം, തപോ ഗുണം എന്നുള്ള ആ 3 ഗുണങ്ങൾ, നമ്മുടെയൊക്കെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആ 3 ഗുണങ്ങളെ ഇത്രയധികം ചർച്ച ചെയ്ത മറ്റൊരു മഹാഗുരു ഈ ഭൂമണ്ഡലത്തിൽ നടന്നിട്ടില്ല. ഞാൻ ഭഗവാനെ ചോരയും നീരുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ പറയണം. ഒരു ദിവ്യാത്മാവ് എന്നുള്ളതിലുപരി ഒരു മനുഷ്യൻ. 6ാമത്തേലേക്ക് എത്തുമ്പോൾ നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ മഹിമയിലേക്ക് അദ്ദേഹം എത്തിക്കുന്നു. അർജുനൻ ചോദിച്ചതെന്ന് ഇപ്പോൾ എവിടെ എത്തി നോക്കി, ഇപ്പം തന്നെ 6ാമത്തെ അധ്യായപ്പോഴേക്കും. അത് കഴിഞ്ഞാൽ എങ്ങനെ ഈശ്വരനെ അറിയാമെന്ന് 7ാമത്തെ അധ്യായത്തിൽ പഠിപ്പിക്കുന്നു. 8ാമത്തെ അധ്യായത്തിൽ ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, അതും ഇതും ഒന്നാണ് എന്നുള്ള ബോധത്തിലേക്ക്, ആ മോക്ഷത്തിലേക്ക്, ജീവൻ മുക്താവസ്ഥയിലേക്ക്. മോക്ഷം എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് കിട്ടേണ്ട ഒരു വസ്തുവല്ല. ഇവിടെ ഇരിക്കുമ്പോൾ ഭാര്യ, മക്കൾ, അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ, കുഞ്ഞുങ്ങൾ, നല്ല ജോലി, നല്ല സൗകര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ തന്നെ കിട്ടേണ്ടതാണ്. അതിലിരുന്നു കൊണ്ട് തന്നെ കിട്ടുകയും ചെയ്യും. സീതയുടെ അച്ഛൻ ജനകൻ ബ്രഹ്മർഷിയായിരുന്നു, ബ്രഹ്മജ്ഞാനിയായിരുന്നു. അദ്ദേഹം കാട്ടിപ്പോയിട്ടില്ല. ഗാർഹസ്ഥ്യത്തിൽ ഇരുന്നിട്ട് ഇത് സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം ഒരു മഹാഭാഗ്യം വേറില്ല. അതിൽ തന്നെ സ്ത്രീയായിട്ടിരുന്നിട്ട് ഇത് സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പകരം ശക്തിയും വേറൊന്നിനുമില്ല. കാരണം ഒരു സ്ത്രീക്ക് ഗൃഹത്തിലിരിക്കുക, പ്രത്യേകിച്ചും അവരുടെ ശാരീരിക പ്രത്യേകതകൾ കൊണ്ടും ഉപാസനകൾ ചെയ്യാൻ സാധിക്കില്ല പുരുഷന്മാരെ പോലെ. എന്നിട്ടും അവരത് നേടിയാൽ അവർക്കുള്ള പവറിൻ്റെ അടുത്തേക്ക് ഒരു പുരുഷ ശക്തിക്കും വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്ത്രീയെ ഗുരുനാഥയായിട്ട് കിട്ടുന്നത് മഹാഭാഗ്യമാണെന്ന് ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. കാരണം അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ട് നേടിയിട്ടുള്ളതാണ് അവരുടെ ആധ്യാത്മിക ശക്തി എന്ന് പറയും. അവിടെ മോക്ഷത്തിനെക്കുറിച്ച് പറഞ്ഞ് 9ാമത്തെ അധ്യായം എത്തുമ്പോൾ ഭഗവാൻ ചില രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ബ്രഹ്മബോധം എങ്ങനെ നേടാം? നമ്മൾ ഇംഗ്ലീഷിൽ സെൽഫ് റിയലൈസേഷൻ എന്നൊരു പദമാണ് കാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഇംഗ്ലീഷിന് ഒരുപാട് പരിമിതികളുണ്ട്. വേദാന്ത സംജ്ഞകൾ, ടെക്നിക്കൽ ടേംസ് പറയണതിൽ. പക്ഷേ എന്നാലും ക്ലോസ് ആയിട്ട് വരുന്നൊരു വാക്കാണ് സെൽഫ് റിയലൈസേഷൻ. അവനവൻ ആരാണെന്നറിയുക. വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ട് റിലീജിയൻ ഈസ് നത്തിങ് ബട്ട് സെൽഫ് റിയലൈസേഷൻ. അതാണ് മതം എന്നാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്. അതിനുള്ള ടൂളാണ് ഭക്തി, കർമ്മം, ജ്ഞാനം. ഇത് 3ഉം വേണം. ഭക്തി ഡിവോട്ടഡായിട്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോഴേ അത് ഈശ്വരനെ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ സമർപ്പണ യോഗം എന്ന് പറയും. സർവം ഭഗവാന് സമർപ്പിച്ച് ചെയ്യുക. രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരുടെ മുന്നിൽ നിന്നിട്ടാണ് നമ്മൾ സമർപ്പണ യോഗത്തിനെ പറ്റി പറയാൻ നമുക്ക് ഭാഗ്യം കിട്ടണത്. അവരുടെ ഓർമ്മകളുടെ മുന്നിൽ നിന്നിട്ടാണ് നമുക്ക്, അത് ഏറ്റവും വലിയ സമർപ്പണമാണ്. ഇത് ഭഗവാന് എന്ന് പറഞ്ഞ പോലെയാണ് അവർ രാജ്യത്തിന് സമർപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിനെന്ന് പറഞ്ഞിട്ട് സമർപ്പിച്ചിട്ടുള്ളതല്ല അവിടെ. ഞാൻ സാധാരണ പറയാറുണ്ട്, എല്ലാ പ്രഭാഷണത്തിലും പറയും ഗുരുവായൂരപ്പൻ്റെ നിരന്തര സ്മരണ ചെയ്യണമെന്ന്. അതായത് രാവിലെ എണീച്ച് രാത്രി കിടന്നുറങ്ങി വീണ്ടും രാവിലെ എണീക്കുമ്പോൾ എന്തൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ അതൊക്കെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ടേയിരിക്കുക. 1 മണിക്കൂർ നേരം സമർപ്പിക്കാൻ മറന്നുണ്ടെങ്കിൽ ഓർമ്മ വരുമ്പോൾ ഭഗവാനെ കഴിഞ്ഞ 1 മണിക്കൂറിൽ ഞാൻ ചെയ്തതും പറഞ്ഞതൊക്കെ ഞാൻ അത് കണക്ക് തന്നിരിക്കുന്നു പറയുക. നല്ലത് ചീത്താന്ന് വിവേചനം ചെയ്യരുത്. മോശവും കൊടുക്കണം, നല്ലതും കൊടുക്കണം. നല്ലത് മാത്രമല്ല ഭഗവാന് കൊടുക്കേണ്ടത്, ഭഗവാൻ സകലതുമാണ്. അതുകൊണ്ട് എല്ലാ ദുരനുഭവങ്ങളും കൊടുത്തേക്കണം, എല്ലാ മോശവും കൊടുത്തേക്കണം. അദ്ദേഹത്തിൽ ഒന്നും മോശമായിട്ടല്ല ചെന്ന് ചേരുക. അത് അഗ്നിയാണ്. അഗ്നി എന്തിനെ തൊട്ടാലും കത്തിച്ച് ശുദ്ധമാക്കും. അതുകൊണ്ടുള്ള ആ സമർപ്പണത്തെ ഭഗവാൻ പഠിപ്പിക്കുന്നതാണ് ശരിക്കതിൽ. അത് കഴിഞ്ഞ് 10ാമത്തെ അധ്യായം വരുമ്പോൾ വിഭൂതി യോഗം എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള യോഗത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളിൽ എവിടെയൊക്കെ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുമോ അത് മുഴുവൻ കാണാൻ വേണ്ടിയുള്ളൊരു എക്സസൈസാണ്. എല്ലാറ്റിലും ഓരോന്നിലും മികച്ച ഐറ്റങ്ങളെ എടുത്തിട്ട്, യോദ്ധാക്കളിൽ സുബ്രഹ്മണ്യസ്വാമിയാണ് ഞാൻ, സേനാനീനാം സ്കന്ധം അല്ലേ, ജപങ്ങളിൽ യജ്ഞങ്ങളിൽ ജപയജ്ഞമാണ് ഞാൻ. ഇങ്ങനെ ഓരോന്നിലും മികച്ചതൊക്കെ ഞാനാണെന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കണതിൻ്റെ താല്പര്യം തൻ്റെ ക്വാളിഫിക്കേഷൻ്റെ മുകളിൽ കുറേ ബിരുദങ്ങൾ എഴുതി ഒട്ടിക്കാൻ വേണ്ടിയിട്ടല്ല, എല്ലാറ്റിലും ഭഗവാനെ കാണാനാണ്. ഇത് തന്നെയാണ് രുദ്രവും പഠിപ്പിക്കണം. 10 ഉറുപ്പിക്കോ 20 ഉറുപ്പിക്കോ നിങ്ങൾ ചീട്ടാക്കുന്നില്ലേ കൽപ്പാത്തി അമ്പലത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ പോയിട്ട് ശ്രീരുദ്രാഭിഷേകം? ആ രുദ്രാഭിഷേകത്തിൽ എന്താ ചെല്ലുന്നത്? നമ്മൾ ചീട്ടാക്കും, തൊഴും, തീർത്ഥം വാങ്ങും, തലേ തെളിക്കും, പോരും, അല്ലെങ്കിൽ കുടിക്കും. ഭഗവാനെ സകല ഭൂതങ്ങളുമായിട്ട് കാണുകയാണ്. 1ാമത്തെ വരി തന്നെ രുദ്രത്തിൽ നമസ്തേ രുദ്രമന്യവേ, അല്ലയോ കോപമേ നിന്നെ ഞാൻ നമസ്കരിക്കണമെന്ന്. കോപത്തിനെ പോലും ഈശ്വരനായിട്ട് കാണുകയാണ്. ആ മഞ്ഞുവാണ് ഡിനി സാർ നേരത്തെ പറഞ്ഞ യഥാർത്ഥ ശാസ്ത്രം. കാരണം അത് ധർമാധിഷ്ഠിതമായിട്ടുള്ള രോഷമാണ്, ധാർമ്മിക രോഷം. പ്രപഞ്ചത്തിൻ്റെ ധർമ്മത്തിൻ്റെ ചക്രത്തിനൊരു അപകടം പറ്റുമ്പോൾ ഉണരുന്ന ഭഗവാന്റെ എന്തൊരു വികാരമാണോ,
എന്തിനാണോ ഭഗവാൻ തൻ്റെ ധനുസ്സെടുക്കുന്നത് അതാണ് ആ മഞ്ഞു. നമസ്തേ രുദ്രമന്യവകുതോതകിഷവേ നമ. ഒന്നാമത്തെ മന്ത്ര രുദ്രത്തിൻ്റെ. ഇത് ചൊല്ലിയാൽ നമ്മൾ ഭഗവാൻ അഭിഷേകം കഴിക്കണം ശിവന്. മഞ്ഞു സൂക്തം എന്ന് പറഞ്ഞിട്ട് നരസിംഹത്തിനെ പൂജിക്കാനൊരു മന്ത്രമുണ്ട്. ഇതൊക്കെ വേദത്തിലുള്ളതാണ്. കോപത്തിനെ സ്തുതിക്കുക. കോപത്തിനെ സ്തുതിക്കണം. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കോപവും കാമവും അസൂയയും എല്ലാം ഈശ്വരോന്മുഖമാക്കി മാറ്റിയാൽ മോക്ഷം ഉറപ്പാണ്. ഹിരണ്യകശിപുവിനെ നോക്കൂ, രാവണനെ നോക്കൂ, ശിശുപാലനെ നോക്കൂ. അവരൊക്കെ മഹാബുദ്ധിമാന്മാരാ, നമ്മളെക്കാട്ടിലും ബുദ്ധിയുള്ളവരാ. തപസ് ചെയ്ത എത്രയോ മഹർഷിമാരെക്കാട്ടിലും ബുദ്ധിയുള്ളവരാ. അവർക്കറിയാം എളുപ്പത്തിൽ ഭഗവാന്റെ കൈകൊണ്ട് മോക്ഷം കിട്ടാനുള്ള മാർഗം ഭഗവാനെ ചീത്ത വിളിക്കുക. ആത്മാർത്ഥമായിട്ട് ചീത്ത വിളിക്കുക. ചീത്ത വിളിച്ച് ഭഗവാനെ കിട്ടിയ ആൾക്കാർ അവരൊക്കെ. സംരംഭക യോഗം എന്ന് പറയും, വിരുദ്ധഭാവത്തിലുള്ള ഭക്തി. അപ്പോൾ ഇങ്ങനത്തെ സീക്രട്ടുകളൊക്കെ അവിടെ ഭഗവാൻ ഇട്ടുകൊടുക്കും. അത് കഴിഞ്ഞാൽ നിത്യജീവിതത്തിൽ എങ്ങനെ ഭഗവാനെ കണ്ടെത്താമെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കും. 11ാമത്തെ ആ ഭാവത്തിൽ എല്ലായിടത്തും എങ്ങനെ കണ്ടെത്താമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഒരു അധ്യാപകൻ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും ഭഗവാനെ എങ്ങനെ കണ്ടെത്താം എന്ന് മാത്രം തിയറി പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പാവം അർജുനോ അതിലേറെ പാവങ്ങളായ നമുക്കോ ഭഗവാനെ മനസ്സിലാവില്ല. അതുകൊണ്ട് 11ാമത്തെ അധ്യായത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ താൻ നിറഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമല്ല, നീയും പ്രപഞ്ചത്തിൻ്റെ അനിഷേധ്യമായ ഭാഗമാണ്. നീ ചെയ്തതും ഇപ്പം നിൽക്കുന്ന അവസ്ഥയും വരാനിരിക്കുന്നതും മുഴുവൻ ഇവിടെ തന്നെ ഈ സമയത്ത് തന്നെ ഉണ്ട്. അത് നീ അറിയുന്നില്ല എന്ന് മാത്രം ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വിശ്വരൂപം കാണിച്ചു കൊടുക്കും. അത് നമ്മൾ കലണ്ടറിൽ കാണുന്ന മാതിരി ഒരു കുറ്റി പോലുള്ള ഒരാൾ നിൽക്കുക, അതിന് 10 തല, കുറേ നാക്ക്, കുറേ മൃഗങ്ങൾ, അവിടെ ചാടുക ഇവിടെ ചാടുക. ഇതല്ല വിശ്വരൂപം. ചുറ്റും കാണായ പ്രപഞ്ചത്തിൽ മുഴുവൻ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് വിശ്വരൂപം. ബ്രഹ്മത്തെ തിരിച്ചറിയുക, അതാണ് യഥാർത്ഥ വിശ്വരൂപ ധ്യാനം. അത് കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നത് കൊണ്ട് ദിവിസൂര്യ സഹസ്രസ്യ ഭവേദ്യുഗപദുത്ഥിത യതിവാ സദൃശീ സാസ്യാത് ഭാസസ്തസ്യ മഹാത്മന. ആയിരക്കണക്കിന് സൂര്യന്മാർ ഉദിച്ചുയർന്ന പോലെ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ, ഇപ്പോൾ എൻ്റെ മോനൊക്കെ അത് ആ ശ്ലോകം ശ്രദ്ധിക്കാൻ കാരണം ഇപ്പോൾ ഓപ്പൻഹൈമർ സിനിമ വന്നപ്പോഴാണ്. ഓപ്പൻഹൈമർ ഡയറിയിൽ എഴുതി വയ്ക്കുന്നുണ്ട്, ചിലിയിൽ അറ്റക്കാമ ഡെസേർട്ടിൽ ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിച്ച് പരീക്ഷണം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മഹാസംസ്കൃത പണ്ഡിതനും ഇൻഡോളജിയിൽ വലിയ താല്പര്യമുള്ള ഒരാളും കൂടിയായിരുന്നു. അദ്ദേഹം അതിൽ ഈ ശ്ലോകമാണ് എഴുതി വെച്ചിരിക്കുന്നത്, ദിവിസൂര്യ സഹസ്രസ്യ എന്ന്. വെറും ഒരു ആറ്റം ബോംബ് പൊട്ടിച്ച് കണ്ടിട്ടാണ് സായിപ്പിന് തോന്നിയത്. അപ്പോൾ അർജുനൻ കണ്ടത് എന്തായിരിക്കുന്നത് നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഭഗവാൻ തൻ്റെ ആ യൂണിവേഴ്സൽ ഫോം കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞാൽ ആ ഫോമിനെ കാണുമ്പോൾ ഉണ്ടാവുന്നത് പേടിയാണ് അർജുനൻ ഭയന്ന് വിറച്ച് താഴെ വീഴുക. എനിക്കിത് കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം കാലാഗ്നിരുദ്രൻ എന്ന് നമ്മൾ വിളിക്കുന്ന എന്തൊരവസ്ഥയിലോ ആ അവസ്ഥയിലാണ് ഈ വെണ്ണ തിന്നുന്ന ഓടക്കുകൾ വിളിക്കുന്ന ആളെ കണ്ടത്. കഴിഞ്ഞ ദിവസം വരെയും അല്ലെങ്കിൽ അന്ന് രാവിലെ വരെയും തോളത്ത് കയറ്റി നടന്ന ആളാണ്. തൻ്റെ തേര് ഓടിക്കേണ്ട ഡ്രൈവറാണ്. ഇയാളാണോ ഈ നിൽക്കുന്നത് എന്നുള്ളൊരു ഭയം ഒരു സാധാരണ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വരും. അർജുനന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അർജുനൻ ഈ രൂപം ചുരുക്കിയാലും ഭഗവാനേ എന്ന് പറയണം, ഇതിനെ മടക്കിയാലും ഇതിൽ നിന്ന് ആ പഴയ എനിക്ക് പരിചിതമായ രൂപത്തിലേക്ക് വരൂ, എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവിടെ ഭയക്കുന്ന ഒരു ഭക്തനെ വീണ്ടും തന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണ് ആ കരുണാമയനായിട്ടുള്ള ഈശ്വരൻ. 12ാമത്തെ അധ്യായത്തിൽ സ്നേഹിക്കാനാണ് പഠിപ്പിക്കണം. 12 അധ്യായത്തിൽ 13ാമത്തെ അധ്യായത്തിൽ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന് ശേഷം പറയണു, നീയും ഞാനും ഒന്നാണ്, നിൻ്റെ ഈ ശരീരം നീയല്ല, നിൻ്റെ ആത്മാവാകണ എന്നെ നിനക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് പഠിപ്പിക്കുകയാണ് 13-ൽ. അതാണ് ഞാൻ പറഞ്ഞ അനുഭവം ഉണ്ടാക്കിയിട്ട് മാത്രം പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വിശ്വരൂപം കാണിച്ചു കൊടുത്തതിന് ശേഷം ഭഗവാൻ ആദ്യമേ പറയുകയാണ്, ഞാനും നീയും ഒന്നാണെന്ന് പറഞ്ഞാൽ അർജുനന് മനസ്സിലാവില്ല. നിൻ്റെ ശരീരം എന്ന് പറയുന്നത് എന്നോ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് ഉണ്ടായി, ഇപ്പം ഉണ്ട്, നാളെ ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞാലും അർജുനന് ഉൾക്കിടലുണ്ടാവും. പക്ഷേ വിശ്വരൂപത്തിൻ്റെ അകത്ത് അർജുനനെ തന്നെ കാണിച്ചു കൊടുത്തതിന് ശേഷം ഭഗവാൻ പറയുകയാണ്, നിൻ്റെ ശരീരത്തിൽ നിന്ന് നീ എങ്ങനെ നിന്നെ വേർപെട്ട് കാണണം. മാത്രമല്ല ആ ശരീരം എന്ന് പറയുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? 3 ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിൽക്കുന്നത്. ആ 3 ഗുണങ്ങൾ സത്വരജസ് തമോ ഗുണങ്ങളാണ്. ഈ തമോ ഗുണത്തിനെ കളയണം, രജോ ഗുണത്തിനെ കളയണം. തമോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തിയുടെ ആരംഭവും കുഴപ്പമാണ്, അവസാനവും കുഴപ്പമായിരിക്കും. രജോ ഗുണം തുടക്കം നല്ല സുഖമായിരിക്കും, അതിൻ്റെ പരിണത ഫലം മഹാ കുഴപ്പമായിരിക്കും. സത്വഗുണം തുടക്കവും നടുക്കും ഒടുക്കും ഒക്കെ നല്ല ഫലമായിരിക്കും. പക്ഷെ ഭഗവാൻ സത്വഗുണപ്രധാനിയാണെന്ന് പറഞ്ഞാലും മോക്ഷത്തിന് അത് പോരാ, അതിനെയും അതിജീവിക്കണം എന്നാണ്. അതുണ്ടാവണമെങ്കിൽ സമ്പൂർണ്ണ സമർപ്പണം വേണം. എന്തും ഭഗവാന് കൊടുക്കാൻ പറ്റണം. നല്ലൊരു ഐസ്ക്രീം കഴിച്ചു, നല്ല ടേസ്റ്റ്, ഭഗവാനെ ഇത് തണക്ക്,
വായിൽ വെക്കാൻ കൊള്ളാത്തൊരു ഭക്ഷണം കഴിച്ചു, ഇന്ന് നീ എനിക്കിതല്ലേ തന്നെ, ഇതും നിനക്ക്. അങ്ങനെ കൊടുക്കാൻ പറ്റണം. ഇത് നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന എക്സസൈസിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിലപ്പുറം നിങ്ങൾക്ക് ഗീതയുടെ അമൃത ജീവനം ജീവിക്കാൻ വേറൊരു ക്ലാസിൻ്റെ ആവശ്യം വരുന്നില്ല. ഭഗവാന്റെ നിരന്തര സ്മരണ താനെ സംഭവിക്കും. ഇവിടെ ഒരു ജപത്തിൻ്റെ പോലും ആവശ്യമില്ല. കാരണം എന്തിനാ ജപിക്കുന്നത്, എന്തിനാ ധ്യാനിക്കുന്നത്, എന്തിനാ വിഗ്രഹത്തെ ആരാധിക്കുന്നത്? മനസ്സിനെ ഒരു സിംഗിൾ ചിന്തയിൽ കൊണ്ടുവരാൻ, അവസാനം ആ ചിന്തയെയും വിലയിപ്പിക്കാൻ. പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറഞ്ഞു, ചിത്തവൃത്തി നിരോധം യോഗം. മനസ്സിൻ്റെ ആക്ടിവിറ്റി ഇല്ലാണ്ടാക്കലാണെന്ന്. മനസ്സിൻ്റെ ആക്ടിവിറ്റി ഇല്ലാണ്ടായ മനസ്സേ ഇല്ല. അതിലേക്കാണ് എത്തിക്കേണ്ടത്. അതിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ട പടാപ്പാട് മുഴുവൻ പെടുന്നത്, ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതും. ആ ഒരു തോട്ടിലേക്ക് കൊണ്ടുവരാനാണ്. ആ തോട്ടുമല്ല അവസാനം. ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എന്നെല്ലാവരും പറയും, വിഗ്രഹമല്ല അവസാനം. അതിൻ്റെ അപ്പുറത്തുള്ളൊരു ചൈതന്യമുണ്ട്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നൊരു ചൈതന്യം. ആ ചൈതന്യത്തിലേക്ക് എത്തുക എന്നുള്ള, വിഗ്രഹങ്ങളൊക്കെ വെറും ഗേറ്റുകൾ മാത്രമാണ്. പക്ഷെ ചില ഗേറ്റുകൾക്ക് മഹിമ കൂടും. ചിലത് ഭഗവാൻ വെച്ച ഗേറ്റ് ആയിരിക്കും, ചിലത് ഋഷീശ്വരന്മാർ വെച്ച ഗേറ്റ് ആയിരിക്കും. അതുകൊണ്ട് ആ ഗുണങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ ഭഗവാൻ പഠിപ്പിക്കുകയാണ് 14. 15-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോൾ നമ്മുടെ മിഥ്യാധാരണകളെയൊക്കെ വേരടക്കം പറിച്ചെടുത്ത് കളയാനാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. പറിച്ചെടുക്കുമ്പോൾ ഒരു തരി പോലും ആ വേരിൻ്റെ പൊട്ടി അവിടെ നിൽക്കാനും അദ്ദേഹം സമ്മതിക്കുന്നില്ല. എത്ര വിസ്തരിച്ചിട്ടുള്ള ശാസ്ത്ര ചർച്ച! കന്നുകാലി മേച്ച് കിടന്ന ഒരാളാണ് ഈ പറയണത്. ആലോചിച്ച് നോക്കണം. ഒരു യൂണിവേഴ്സിറ്റിയിലും പോയി പഠിച്ചിട്ടില്ല. 64 ദിവസത്തെ വിദ്യാഭ്യാസം കൊണ്ട് സകലതും പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിനെ ഭഗവാനായതുകൊണ്ട് പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിലും കൃഷ്ണൻ ആത്മസംയമനം കൊണ്ടും ആത്മമനനം കൊണ്ടും നേടിയെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ അറിവ് മുഴുവൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ബ്രഹ്മം, യോഗീശ്വരൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ രണ്ടുപേരെ യോഗീശ്വരൻ എന്ന് വിളിക്കുള്ളൂ, ശിവനെയും കൃഷ്ണനെയും മാത്രം. എത്ര യോഗേശ്വര കൃഷ്ണോ അല്ലേ, പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. അതേപോലെ യോഗേശ്വരൻ ഭഗവാനുമാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ അകത്തുള്ള മിഥ്യാധാരണകൾ മാറ്റണം പഠിപ്പിച്ചാൽ 16-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ അകത്തെ ദൈവീക ഗുണങ്ങളെയും ആസുരിക ഗുണങ്ങളെയും എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാമെന്നും പഠിപ്പിക്കും. ആസുരിക ഗുണങ്ങളെ എടുത്ത് പറിച്ചു കളയാമെന്ന് പറയുന്ന സെമറ്റിക് രീതികളല്ല അവിടെ പറയുന്നത്. എല്ലാവരിലും ഒരു പിശാചുണ്ട്, ഒരു ദേവനുണ്ട്. അത് രാവിലെ ചിലപ്പോൾ കുറച്ച് പിശാച് അധികമായിരിക്കും എണീച്ച് വന്നു കഴിഞ്ഞാൽ. ചായക്ക് മധുരം പോരാന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും, പോകാനുള്ള ധൃതിയായിരിക്കും ഓഫീസിലേക്ക്. അപ്പോൾ പിശാച് ഇത്തിരി കൂടി നിൽക്കുന്ന സമയമായിരിക്കും. ഉച്ചയൊക്കെ കുറച്ച് ദേവൻ വരും. വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ വീണ്ടും പിശാച് കയറി വരും. അങ്ങനെ നമ്മൾ ഏറിയും കുറഞ്ഞിരിക്കണം. എല്ലാവരും ഷെയ്ഡ്സ് ഓഫ് ഗ്രേ എന്ന് പറയും. ആ അവസ്ഥയാണ്. അങ്ങനെയുള്ള നമ്മളെ എങ്ങനെ നമുക്ക് തന്നെ മാനേജ് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞാൽ 3 തരത്തിലുള്ള ഭക്തിയുടെ വഴികളെ വീണ്ടും വിസ്തരിച്ച് ചർച്ച ചെയ്യാണ്. ഭക്തി വഴി, കർമ്മം വഴി, യോഗം വഴി, ജ്ഞാനയോഗം വഴി എങ്ങനെ ഭഗവാന്റെ ആ പദ്ധതികളെ നമുക്ക് മനസ്സിലാക്കാമെന്ന് വിസ്തരിച്ച് പറഞ്ഞു. ഞാനിതൊക്കെ പറയുമ്പോൾ ഇതൊന്നും അത്ര ലളിതമായിട്ടല്ല ശരിക്കും പറഞ്ഞിട്ടുള്ളത്, ആറ്റിക്കുറുക്കി എടുത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഗീതയ്ക്കൊരു സൂത്ര സ്വഭാവമുണ്ട്. സൂത്രങ്ങളിൽ എപ്പോഴുള്ള എന്താ, ചുരുക്കി വെച്ചിരിക്കുകയായിരിക്കും. അതിനെ അങ്ങനെ നമ്മളിങ്ങനെ താമര ഇങ്ങനെ എതൾ വിടർത്തി ഇങ്ങനെ കൊണ്ടുവരമാരി അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു 1000 അല്ല 1,00,000 എതളുള്ള താമരയായിട്ട് മാറും. അങ്ങനെ വേണം അതിനെ കൊണ്ടുവരാൻ. അവസാനം 18-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പഠിപ്പിക്കും. 15-ാമത്തെ അധ്യായത്തിൽ ഞാൻ പറഞ്ഞു നേരത്തെ, എങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ള മിഥ്യാധാരണകളെ മാറ്റേണ്ടതെന്ന് മനസ്സിലാക്കി തരണം. എങ്ങനെയാണ്? തൻ്റെ പുരുഷോത്തമ സ്വഭാവത്തിനെ കാണിച്ചു കൊടുത്തിട്ടാണ്. പുരുഷോത്തമ യോഗം എന്ന് പറയും. ഈ കഴിഞ്ഞ 1-ാം തീയതി ഗുരുവായൂർ അമ്പലത്തിൻ്റെ അകത്ത് പുരുഷോത്തമ യോഗമായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ ഭഗവാന്റെ അടുത്തിരുന്നിട്ട് അത് പറയുമ്പോൾ മറ്റെവിടെ പറയണതിനെക്കാട്ടിലും കൂടുതൽ സന്തോഷമാണ്. കാരണം നമ്മൾ അല്പബുദ്ധി ആ ഭഗവാന്റെ മുന്നിലിരുന്നിട്ട് ഏതോ ഒരു വിഡ്ഢിയെ പോലെ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്ന ആ ഒരു വലിയ അബദ്ധം, അതിനെ ആലോചിച്ചിട്ട് ചിരിക്കാനേ നേരണ്ടായിരുന്നുള്ളൂ എനിക്ക്. അത് കഴിയുന്നത് വരും. ആ അബദ്ധം ആ അധ്യായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ആ അണ്ടർസ്റ്റാൻഡിങ്ങാണ് എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മിഥ്യാധാരണകളുടെ മുഴുവൻ തകർച്ച. വാസ്തവത്തിൽ ആ അധ്യായം കൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നതും അതാണ്, നമ്മുടെ മിഥ്യാധാരണകളുടെ തകർച്ച. 15 കഴിഞ്ഞാൽ പിന്നെ ഈ 18-ലാണ് ആ ആത്യന്തിക സത്യം എന്താന്ന് ഭഗവാൻ അടിച്ചുറപ്പിച്ച് പറഞ്ഞിട്ട്, അർജുന ഇനി ആയുധം എടുക്ക്, യുദ്ധം ചെയ്യേന്ന് പറയുന്നു. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു പുസ്തകം പുറത്ത് വന്നിട്ടുണ്ട്, കൃഷ്ണാസ് വിസ്പർ 18 മെഡിറ്റേഷൻസ് പറഞ്ഞിട്ട്. ആമസോണിലൊക്കെ ഉണ്ടത്. അതിൻ്റെ ഒരു ഔപചാരിക പ്രകാശനം ഇപ്പോൾ വേൾഡ് ബുക്ക് ഫെയറിൽ വരണേ ഉള്ളൂ, പ്രഗതി മൈതാനിൽ ഡൽഹിയിൽ. ആ പുസ്തകത്തിൽ 4 ഭാഗങ്ങളാണ്. ഭഗവാന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനവധി എപ്പിസോഡുകൾ എടുത്തിട്ട് ഓരോന്നിനെയും ധ്യാനമാക്കി മാറ്റിയിരിക്കുകയാണ്. അതിൽ ഒരു ഭാഗം മുഴുവൻ യുദ്ധക്കളം എന്നാണ് പേര്. യുദ്ധക്കളം ധ്യാനിക്കാൻ സാധാരണ ആരും പഠിപ്പിക്കാറില്ല. പക്ഷേ ഗുരുവായൂരപ്പൻ എന്നെ യുദ്ധക്കളം ധ്യാനിക്കാൻ വളരെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചിരുന്നു.
അന്ന് ഞാൻ പഠിച്ചതും മനസ്സിൽ ഞാൻ കൊണ്ട ആയുധങ്ങളും ഞാൻ പ്രയോഗിച്ച ആയുധങ്ങളും എടുത്തിട്ട് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൽ. താല്പര്യമുള്ളവർക്കത് വായിച്ചു നോക്കാവുന്ന കിൻഡിലും ഉണ്ടത്. അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞതിൻ്റെ പ്രായോഗിക വശം ആ 4 ഭാഗങ്ങളുള്ള പുസ്തകത്തിലെ ഒരു ഭാഗം മുഴുവൻ ഇതിൻ്റെ പ്രാക്ടിക്കലാണ്. എങ്ങനെ ഇത് നിത്യജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഗാന്ധിജി പറഞ്ഞ ആ ഒരു കോട്ട് കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. Put tons of Gita in one scale and an ounce of practice of Gita teaching the other. The latter will far outweigh the former. ഗീതയെക്കുറിച്ചുള്ള പഠനങ്ങളെ മുഴുവൻ എടുത്തിട്ട് നിങ്ങൾ ത്രാസിൻ്റെ ഒരു തട്ടിൽ വയ്ക്കുക. ഗീത ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഒരു തുള്ളി എടുത്തിട്ട് മറ്റേ തട്ടിലും വയ്ക്കുക. ഈ പ്രാവർത്തികമാക്കാൻ വേണ്ടി വെച്ചതിൻ്റെ തട്ട് എപ്പോഴും താഴ്ന്നു കിടക്കുന്നു. ഇതാണ് യഥാർത്ഥ തുലാഭാരം. ഇതാണ് യഥാർത്ഥ തുലാഭാരം. ഭഗവാൻ പറഞ്ഞത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സാധന. അതിലേക്കുള്ള ഉപകരണങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ചുറ്റുമുള്ള എല്ലാം. ജപമാവട്ടെ, ധ്യാനമാവട്ടെ, സത്സംഗമാവട്ടെ, എല്ലാം ആ ഒരു ഏകമാത്രമായിട്ടുള്ള ഒരൊറ്റ വസ്തുവിലേക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തി അവസാനം മനസ്സിനെ ലയിപ്പിച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പദ്ധതികളും. ഏത് പദ്ധതി നിങ്ങൾ ഈ കണ്ണാടി കൂടെ കണ്ടു നോക്കൂ, കൃത്യമായിട്ട് ഉരുത്തിരിഞ്ഞു വരും. വേറെ ഇതിൽ കൂടുതലൊന്നും ഇതിൽ പറയാനില്ല. ഗീതയിൽ അനവധി സാധനകളുണ്ട്. 20ഓളം വിശേഷ സാധനകൾ ഗീത പറയുന്നുണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ആ സാധനകൾ അനുഷ്ഠിച്ചാൽ തന്നെ മതി. ഗാർഹസ്ഥ്യത്തിൽ ഇരുന്നിട്ടും ലൗകികതയുടെ നടുക്കിരുന്നിട്ട് തന്നെ നമുക്ക് സാക്ഷാത്കാരം കിട്ടും. ഒരു സംശയവും വേണ്ട. അതിൽ വനത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. അതേപോലെ തന്നെ 18ഓളം മികച്ച പാഠങ്ങളും ഭഗവാൻ പഠിപ്പിക്കുന്നുണ്ട്. അനവധി പാഠങ്ങൾ. ജീവിതമാകണ യുദ്ധത്തിൽ നമ്മൾ എങ്ങനെ അതിനെ നേരിടണം, ആ വളരെ പ്രായോഗികമായിട്ടുള്ള പാഠങ്ങൾ. അതൊക്കെ കുട്ടികൾ, പ്രത്യേകിച്ച് നിങ്ങൾ കാരണം ഞങ്ങളുടെയൊക്കെ തലമുറകൾ കണ്ടീഷൻഡായി കഴിഞ്ഞു. ജീവിതത്തിൻ്റെ ഒരു പകുതി ഭാഗം കടന്നു കഴിഞ്ഞു. പുതിയതായിട്ട് എന്ന് പറഞ്ഞിട്ടൊന്ന് ചെയ്തിട്ട് കൊണ്ടുവരാൻ സമയം എടുക്കും. നിങ്ങൾക്ക് അങ്ങനെയല്ല. വളരെ എളുപ്പത്തിൽ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ സെൽഫോൺ ഉപേക്ഷിക്കേണ്ട, വിനോദയാത്രകൾ ഉപേക്ഷിക്കേണ്ട, സന്തോഷം ഉണ്ടാക്കണം, ഒന്നും ഉപേക്ഷിക്കേണ്ട. പക്ഷേ ഈ ധർമ്മത്തിൻ്റെ ഒരു തുള്ളിയെങ്കിലും മുറുകെ പിടിക്കുക. നാളെ നിങ്ങൾക്ക് അത് ഉപകരിക്കും. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളുടെ ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കാം. അവൾ ഏകദേശം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് അവളുടെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞു. അച്ഛനും അമ്മയും എൻ്റെ സുഹൃത്തുക്കളാണ്. അമ്മ ഒരു വിദേശിയെ വിവാഹം ചെയ്തു. അച്ഛൻ്റെ അതേ കമ്പനി, അവരുടെ ഓണർഷിപ്പുള്ള കമ്പനിയിൽ പാർട്ട്ണറായിട്ട് തുടരുകയും ചെയ്തു. അവർ വളരെ അമിക്കബിളായിട്ടാണ് പിരിഞ്ഞത്. അച്ഛൻ അനവധി വർഷം വിവാഹിതനല്ലാണ്ട് മകളെ നോക്കി ജീവിച്ചു. ഇപ്പം ഞാൻ മദ്രാസിൽ പോണ കാലത്തൊക്കെ അദ്ദേഹം അവിടെയാണ്. ഈ മോള് അവൾ മിക്ക ദിവസം അച്ഛൻ്റെ വീട്ടിലുണ്ടാവില്ല. അപ്പം ഞാൻ പോകുമ്പോൾ താമസിക്കുക. ചിലപ്പോൾ ഞാനന്ന് മദ്രാസിൽ എൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ജീവിതകാലം കഴിഞ്ഞ് ദുബായിലേക്ക് മാറിയ കാലമാണ്. ഞാൻ വരുമ്പോൾ താമസിക്കുക അവൾ ഉപയോഗിക്കുന്ന മുറിയിലാണ്. അപ്പോൾ ഇവൾ രാവിലെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. 6:30-7 മണിയാകുമ്പോൾ വാതിലിൽ വന്ന് മുട്ടും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ജപിക്കേറ്റായിരിക്കും. എന്നോട് പറയും, ശരത് അങ്കിൾ സോറി ടു ഡിസ്റ്റർബ് യു എന്ന് പറഞ്ഞിട്ട് പാവം വരിക അകത്തേക്ക്. അവളുടെ പുസ്തകം, ഡ്രസ്സ് ഇതൊക്കെ എടുക്കാനാണ് അവൾ വരുന്നത്. രാവിലെ അമ്മയുടെ കാറിൽ അവളെ കൊണ്ടാക്കിയിട്ടുണ്ടാവും ഒരു 6:15. അമ്മയുടെ വീട്ടിലായിരിക്കും തലേ ദിവസം അവൾ. ഒരു ദിവസം അവൾ എന്നോട് പറഞ്ഞു, അങ്കിൾ യു നോ വാട്ട്, ഐ ഹാവ് 2 sets ഓഫ് എവറിത്തിങ്, ദാറ്റ്സ് വൈ ഐ എം ബോദറിങ് യു. എനിക്ക് എല്ലാറ്റിനും 2 സെറ്റ് വേണം. ഒന്ന് അച്ഛൻ്റെ വീട്ടിലും വേണം, അമ്മയുടെ വീട്ടിലും വേണം. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഷട്ടിലടിക്കേണ്ടി വരുന്നു. ആ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മനസ്സിലെ ഒരു വിഷമം. അന്നത്തെ ദിവസം വൈകുന്നേരം അവൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഞാനവിടെ പുറത്ത് ഒരു ലോണുണ്ട്, അവിടെ ഇരിക്കുക. ഞാൻ എന്തോ വായിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എനിക്ക് ഒരുപാട് കൺഫ്യൂഷനുണ്ട്, ഞാൻ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ചോദിക്കുന്നത്. ഞാൻ എന്ത് ഉത്തരാ പറയുക? ആരാ അവളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്? ഇയാളുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടുമെന്ന് തോന്നാൻ ആ കുട്ടിക്ക് എന്താ കാരണം ഉണ്ടായതെന്ന് എനിക്കിന്നും അറിഞ്ഞൂടാ. അന്ന് ഞാൻ പ്രഭാഷണം ചെയ്യണ ആളല്ല, ഞാനൊരു സിനിമാക്കാരൻ മാത്രമാണെന്ന്. അവളൊക്കെയാണ് എൻ്റെ യഥാർത്ഥ ആദ്യത്തെ ഞാൻ നമസ്കരിക്കുന്ന ശിഷ്യകൾ. അവരൊക്കെ, ആ കുട്ടികളൊക്കെ എന്നോട് ചോദ്യം ചോദിച്ചില്ലായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കില്ല. ഞാൻ അവളോട് പറഞ്ഞു, നിനക്ക് ഞാനൊരു ചെറിയ മന്ത്രം പറഞ്ഞുതരാം,
ആ മന്ത്രം കാണാപാഠം പഠിച്ചോ, നാളെ അത് ഉപകരിക്കും എന്ന് മാത്രം പറഞ്ഞു. അന്ന് ഞാൻ അവളെ പഠിപ്പിച്ചത് ഞാൻ പോലും അധികം ചെല്ലാത്ത താരകമന്ത്രമാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എന്തുകൊണ്ടാണ് ഞാനിത് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ, രാമശബ്ദം പ്രവൃത്തിയാണ്, കൃഷ്ണശബ്ദം ബ്രഹ്മബോധമാണ്. കൃ എന്നുള്ള ശബ്ദം ബ്രഹ്മവും, ഷ്ണ എന്നുള്ള ശബ്ദം അതിൽ നിന്ന് കിട്ടണ ആനന്ദമാണ്. അത് തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്ന് തിരിച്ച് കർമ്മത്തിലേക്ക് ഇറങ്ങി വരില്ല. ആ മന്ത്രം തലതിരിച്ച് പറയരുത്. അത് ആര് പറഞ്ഞു എന്ന് പറഞ്ഞാലും തലതിരിച്ച് പറയരുത്. അതൊരു വേദമന്ത്രമാണ്. കർമ്മത്തിൻ്റെ പടികൾ ചവിട്ടിക്കയറി, ധർമ്മത്തിൻ്റെ പടികൾ ചവിട്ടിക്കയറി വേണം നിങ്ങൾക്ക് ബ്രഹ്മത്തിലെത്താൻ. അല്ലാണ്ട് ബ്രഹ്മത്തിൽ നിന്ന് എടുത്തിട്ട് കർമ്മത്തിലേക്ക് തിരിച്ച് തലകുത്തനെ ചാടുകയല്ല വേണ്ടത്. ഇറ്റ്സ് നോട്ട് ദ അതർ വേ റൗണ്ട്. എന്തായാലെങ്കിലും ഞാൻ ആ മോൾക്കത് പറഞ്ഞു കൊടുത്തു. ഞാനത് മറന്നുപോയി. ഇന്ന് അവൾ US ഡെൻറ്റിസ്റ്റാണ്. ഈ കഴിഞ്ഞൊരു ദിവസം അവളെ ഞാൻ ചെന്നൈയിൽ നിന്ന് കാണുകയുണ്ടായി. ഒരു 6-7 മാസം മുമ്പ് അവൾ എൻ്റെ അടുത്ത്, വളരെ തിരക്ക് പിടിച്ച ഒരു ഫാമിലി ഫംഗ്ഷനാണ്, അതിൻ്റെ ഇടയിൽ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, അങ്കിൾ നൗ ഐ ആം യൂസിങ് വാട്ട് യു ടോട്ട് മീ ദാറ്റ് ഡേ. എനിക്കിപ്പോൾ അത് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം അന്ന് എനിക്ക് കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത്. പക്ഷേ ഇന്ന് എൻ്റെ ജീവിതത്തിലുള്ള കൺഫ്യൂഷനുകൾക്ക് എനിക്ക് ഉടനടി എൻ്റെ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടാൻ അത് സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ഈ അനുഭവം പറഞ്ഞാൽ വെച്ചാൽ, ഇവിടെ ഓരോരുത്തർ അവരവരുടെ അനുഭവങ്ങളെ പറയാം, നമുക്ക് നമ്മുടെ അനുഭവങ്ങളെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഓരോരുത്തർക്കും ആ ജഗദീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എന്തൊരു അമൃത ജീവനമാണോ ഭഗവാൻ വിഭാവനം ചെയ്തത് മനുഷ്യരാശിക്ക്, അതിൻ്റെ പൂർണ്ണ സ്വരൂപത്തിൽ തന്നെ അനുഭവിക്കാനും പ്രാവർത്തികമാക്കാനും അത് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനും. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങൾക്കൊക്കെ ഒരു 80 വയസ്സാകുമ്പോൾ പറയാം, ആ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്, 10-50 കൊല്ലം മുമ്പ് ഇതിങ്ങനെ ഒരാൾ വന്ന് നിന്നിട്ട് അവിടെ ആ സ്റ്റേജിൽ നിന്നിട്ട് എന്തൊക്കെയോ കുറേ വിളിച്ച് പറഞ്ഞിട്ട് പോയി. അയാൾ പറഞ്ഞൊന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല, പക്ഷേ അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. ഞങ്ങൾ ഭഗവത്ഗീത എടുത്ത് വായിച്ചു, അതിൽ നിന്ന് ഏതാനും ശ്ലോകങ്ങൾ ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നത് പകർത്തി വെച്ചു. അതിൽ 1-2 ഞങ്ങൾ ജീവിതത്തിൽ പകർത്തി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ജീവിതത്തിൽ ഇത്ര എത്താൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ, എവിടെയെങ്കിലും എൻ്റെ ആത്മാവുണ്ടെങ്കിൽ ഞാനത് സന്തോഷിക്കും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അവസാനത്തെ വാചകവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ശ്രീ രവി സാർക്ക്, രവീന്ദ്രൻ വിളമ്പത്ത്, അതേപോലെ പ്രിയ അനുജൻ ശ്യാം ചൈതന്യ, നിങ്ങൾ രണ്ടുപേരോടും എൻ്റെ കൃതജ്ഞത വളരെയധികമാണ്. ചിന്മയാനന്ദ സ്വാമിയുടെ പേരിലുള്ള ഈ ഒരു മഹാവേദിയിൽ എനിക്ക് വന്ന് നിന്ന് ഒരു ഏതാനും വാക്കുകൾ ഗീതയെക്കുറിച്ച് പറയാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യോദ്ധാവ് മറ്റൊരു യോദ്ധാവിന് പറഞ്ഞു കൊടുത്ത ഗീത, യോദ്ധാക്കളെ ആരാധിക്കുന്ന ദിവസം തന്നെ, അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ ഗണതന്ത്രതാ ദിവസത്തിൻ്റെ അന്ന് ലോകത്തിലെ ആദ്യത്തെ ഗണതന്ത്രതാ രാജ്യതന്ത്രജ്ഞൻ തന്നെ പറയാവുന്ന കൃഷ്ണൻ്റെ ആ അനുപമമായിട്ടുള്ള ആ സന്ദേശം, അതിൻ്റെ പ്രായോഗിക തലത്തിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ബോധം എനിക്ക് നിങ്ങളിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുവായൂരപ്പൻ്റെ മാത്രം അനുഗ്രഹമാണ്. എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ വാക്കുകളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം തെറ്റാണെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പൻ്റെ രൂപമായി കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഞാനിതിവിടെ ഈ യജ്ഞവേദിയിൽ സമർപ്പിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര